السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയ അവസാനത്തെ സമ്മാനമാണ് ഇപ്പോൾ കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത റമളാനിൽ ഈ സമ്മാനം വാങ്ങാൻ നാം ഉണ്ടായിക്കോണമെന്നില്ല. അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള തീരുമാനമാണ്. പക്ഷെ അടുത്ത വർഷത്തേക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ഭാഗങ്ങളെ അടയാളപ്പെടുത്തുന്ന രാത്രികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ റമളാനിൻ്റെ അതിനിർണായകമായ മണിക്കൂറുകൾ. ഒരു വർഷത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്ന് നമ്മുടെ ആയുസ്, രണ്ടാമത്തത് നമ്മുടെ റിസ്ഖ്, ഉപജീവനം, മൂന്നാമത്തത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ സഫലീകൃതമാകുന്ന അവസ്ഥ. ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ്. ആ രാത്രി ഉൾക്കൊള്ളുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 രാത്രികൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. 21ഉം 23ഉം കടന്നു കഴിഞ്ഞു. ആ സമയത്തൊക്കെ നമ്മൾ ഉണർന്നിരിക്കുകയായിരുന്നോ ഇല്ലേ എന്ന് അവനവൻ ആലോചിക്കേണ്ടതാണ്. 25ഉം 27ഉം 29ഉം ഈ ഒറ്റയിട്ട രാവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. ആ രാത്രിയിലാണ് വളരെ സുപ്രധാനമായ കാര്യങ്ങൾ വേർതിരിക്കപ്പെടുന്നത് എന്നാണ്.
ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട സുപ്രധാനമായൊരു ചോദ്യമുണ്ട്. ഞാനൊരു പ്രഭാഷണം നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. വൈകുന്നേര സമയമാണ്, നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും തളർച്ചയിലേക്ക് എത്തുന്ന സമയത്തൊരു സംസാരം എഫക്റ്റാവില്ല. ആ സംസാരം നമ്മുടെ കൽബിലേക്ക് ഇറങ്ങണമെങ്കിൽ ഞാനൊരു അടിച്ചുപൊളി പ്രഭാഷണം നടത്താതിരിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. മനസ്സിലായോ? മനസ്സിലായോ എന്ന് ഒന്നും ഉണ്ടാത്ത അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിലോ, നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളവിടെ ഉണ്ടാകാതിരിക്കോ? ഹലോ, ഉണ്ടാകാതിരിക്കോ? ഉണ്ടാകും, ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാകും. എന്ത് തിരക്കുണ്ടെങ്കിലും പറയും, ചങ്ങായിയെ ഇന്ന് നടക്കൂല, അതിസുപ്രധാനമായൊരു സംഗതി ഉണ്ട്, അതുകൊണ്ട് ഞാനുമായി ബന്ധപ്പെടുന്ന സംഗതിയാണ്, അത് കഴിച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ എന്ന് പറയൂലേ? അല്ലേ? എന്നാൽ കഴിഞ്ഞ 21-ാം രാവിന് നമ്മുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ, കഴിഞ്ഞ 23-ാം രാവിൽ നമ്മുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ, ഈ ഇരിക്കുന്ന എത്ര ആളുകൾ അതിൽ പങ്കാളികളായിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കാം. അതും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അവസാനത്തത്. നമുക്കൊക്കെ ധാരണയുണ്ടല്ലേ, നമ്മൾ കുറേ കൂടെ ഇനിയും അടുത്ത കാലത്തേക്കൊക്കെ പോകേണ്ടവരാണ്. ഇതെന്തായാലും പോയത് പോട്ടെ, പോണാൽ പോകട്ടും പോടാന്നൊക്കെ പറഞ്ഞ പാട്ടുമാതിരി, അല്ലെങ്കിൽ അത് പോട്ടെ, അടുത്ത റമദാൻ ഇനി വരുമല്ലോ. ഇല്ല, അടുത്ത റമദാൻ നമുക്ക് കിട്ടുമെന്നൊന്നും യാതൊരു പ്രതീക്ഷയും വെക്കേണ്ടതില്ല. കാരണം നമ്മുടെ കൂടെ നമുക്കറിയുന്ന, നമുക്ക് ബന്ധമുള്ള, നമുക്ക് പരിചയമുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, അയൽവാസത്തിലുള്ള, നമുക്ക് അറിയുന്ന പരിചയത്തിലുള്ള പലരും ഈ റമദാനിൽ നമ്മളോടൊപ്പം ഇല്ല. അതിന് പ്രായഭേദമന്യേ. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവനാണ് റമദാൻ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തിയവൻ. 365 ദിവസമല്ലേ ഒരു വർഷം എന്ന് പറയുന്നത്? അല്ലേ? തന്നെ? അതെ. ആ 365 ദിവസത്തിൽ ഒരു 5 ദിവസം നിങ്ങൾ രാത്രി ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ 5 ദിവസത്തിനും കൂടിയിട്ട് 10 ലക്ഷം ഉറുപ്പിക തരാം എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു പണക്കാരൻ, നീ ആരെങ്കിലും ഒരു പണക്കാരനെ അവിടെ യൂസുഫ് അലി സാഹിബിനെ തന്നെ പിടിച്ചേക്കാം, അദ്ദേഹം പറയാണ്, നിങ്ങളെ മഹല്ലിൽ വന്നിട്ട് പറയും, ഈ മഹല്ലിലെ ആളുകൾ ഒരു 5 ദിവസം രാത്രി ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ഒരു രാത്രിക്ക് 2 ലക്ഷം വെച്ച് 10 ലക്ഷം ഉറുപ്പിക ഞാൻ തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാതിരിക്കോ? അല്ല, ഹൽ അൻതും തനാമുൻ, നിങ്ങൾ ഉറങ്ങാതിരിക്കോന്ന്? ഉറങ്ങാതിരിക്കും അല്ലേ? ഉറക്കം വന്നാൽ വേണമെങ്കിൽ ഈർക്കിലെടുത്ത് കുത്തി വെക്കും കണ്ണിൽ, ഇത് താഴാതിരിക്കും അല്ലേ? എന്നാൽ അതിനേക്കാളും വലിയ ഓഫറാണ് അള്ളാഹു തന്നത് അല്ലേ? അള്ളാഹു തന്ന ഓഫർ എന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ആ ഒരു രാത്രി നിങ്ങൾക്ക് സമ്മാനമായി അള്ളാഹു തരികയാണ്.
ഒരു പുരുഷായുസ് മുഴുവൻ ആരാധനയിൽ കൂടുന്ന ഒരാൾ, അത്രയും കാലം ആരാധനയിൽ ഇരിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് തരാമെന്ന് അല്ലാഹു ഓഫർ ചെയ്യുകയാണ്. ഉറങ്ങല്ലേ ജനങ്ങളെ. അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. ലോകത്തിന്റെ നായകൻ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രഖ്യാപിച്ചതുപോലെ അവ്വലു മൻ ദഖലൽ ജന്നത അന വലാ ഫഖ്റാ, സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നയാള് ഞാനാണ്. ഇതൊരു അന്തസ്സ് പറഞ്ഞതല്ല. സ്വർഗത്തിൽ പോകുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി ഉണർന്നിരിക്കുകയാണ്. അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. അവിടുന്ന് അവിടുത്തെ കുടുംബത്തെ ഉണർത്തുകയാണ്. ആയിഷയെ വിളിക്കാണ്. ആയിഷ, ഹഫ്സ, എഴുന്നേക്ക്, ഉറങ്ങല്ല. ഇത് ഉറങ്ങാനുള്ള സമയമല്ല, ഇത് ഉണർന്നിരിക്കാനുള്ള സമയമാണ്. സട്ടാവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി കണ്ണുനീരോടെ തപിക്കുന്ന ഹൃദയത്തോടെ സങ്കടങ്ങൾ പറയാനുള്ള സമയമാണ്. അതുകൊണ്ട് ആയിഷ ഉറങ്ങല്ലേ, ഹഫ്സ ഉറങ്ങല്ലേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ, അതാണ് ഹദീസിലുള്ളത്. അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. ഏയ് കാക്കാമാരെ, നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകൾ, പെണ്ണുങ്ങൾ ഉറങ്ങിയാൽ വിളിക്കണ കാക്കാമാരുണ്ടാ? എത്ര കാക്കാമാർ വിളിച്ചിട്ടുണ്ട്? കാക്കാമാർ ഉണർന്നിരിക്കണ്ടേ വിളിക്കണമെങ്കിൽ? അല്ലേ? നിങ്ങളാദ്യം ഉണർന്നിരിക്കണ്ടേ, എന്നാലേ വിളിക്കാൻ പറ്റുള്ളൂ. ഈ റമദാൻ്റെ അവസാനത്തെ പത്തിലും പള്ളി അടച്ചു പോകുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ സങ്കടം തോന്നാണ്. പള്ളി അടച്ചു പോവുകയാണ്. പള്ളി അടക്കാൻ പാടില്ല എന്നാണ്. അവിടെ ആളുകൾ എത്തിക്കാഫിരിക്കുന്നവരുണ്ടാകും. തഹറൗ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? തഹറൗ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തോടെ അതിനെ പ്രതീക്ഷിച്ചിരിക്കണം എന്നാണ്. വിട്ടുപോകാതെ, അതിൽ നിന്ന് ഒരു മാറ്റം വരാത്ത രൂപത്തിൽ അതിനെ പരിഗണിക്കാം. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പള്ളിയിലിരിക്കാൻ വരാൻ കഴിയാത്തവരും വീട്ടിലിരിക്കണം. അത്രയും ഗൗരവതരമായ ഒരു വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ടത് പകലല്ല, രാത്രിയാണ്. നമ്മൾ ഖുർആൻ ഓതുന്നത് എപ്പോഴാണ്? ഹലോ, എപ്പോഴാണ്? പകലാണോ ഓതുക? രാത്രി കുറവാണ്. എന്നാൽ ഹദീസിൽ എന്താ ഉള്ളതെന്നറിയോ നിങ്ങൾ? നാളെ റബ്ബിൻ്റെ അടുത്ത് നോമ്പും ഖുർആനും അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് അറിഞ്ഞല്ലേ? അതിൽ ഈ ഖുർആൻ എന്താ പറയാ? ഖുർആൻ എന്താ പറഞ്ഞ്? ഖുർആൻ എന്താ പറയാ? അള്ളാഹിനോട് എന്താ പറയാ? മനഅ്തുഹു അന്നൗം. അള്ളാഹുവേ, അവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞു എന്നാണ്. എന്നെ ഓതാൻ വേണ്ടി അവൻ്റെ ഉറക്ക് മാറ്റിവെച്ചു. അത് നമ്മൾ വന്നാൽ പകൽ ഉറങ്ങിക്കൂടെ? എങ്ങനെ പകൽ ഉറങ്ങാൻ പാടില്ലല്ലോ. കാരണം എന്താ? പകൽ പ്രയത്നത്തിൻ്റെ ദിവസമാണ്. റമദാൻ ക്ഷീണത്തിൻ്റെയും തളർച്ചയുടെയും ദിവസമാണോ? ആണോ? ഹലോ, ആണോ? ആണെന്ന് നമ്മൾ പറയാ. റമദാൻ അല്ലേ, ക്ഷീണാണ്. എന്ത് ക്ഷീണാടോ? റമദാൻ അല്ലാത്തപ്പോൾ എത്ര നേരം ഭക്ഷണം കഴിക്കും? എത്ര നേരം ഭക്ഷണം കഴിക്കും? 3 നേരം കഴിക്കും. റമദാൻ എത്ര കഴിക്കും? 3 നേരം തന്നെ കഴിക്കും അല്ലേ? റമദാനിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ. പിന്നെന്താ ക്ഷീണം? പിന്നെന്തിനാണ് ക്ഷീണം എന്ന് പറയാൻ? നീ റമദാൻ അങ്ങനെ വിശ്രമിക്കാനുള്ള പകലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ യുദ്ധം അങ്ങോട്ട് കൊണ്ടുവെക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബദർ യുദ്ധം മാത്രമല്ല കേട്ടോ, എനിക്കിവിടെ നിന്ന് 1 മണിക്കൂർ സംസാരിക്കാനുള്ള റമദാനിലെ ഇൻസിഡൻറ്റുകളെ കുറിച്ച്. 9 റമദാനുകളിൽ എന്ത് സംഭവിച്ചു? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന 9 റമദാനുകൾ.
അത് സംസാരിക്കാൻ കഴിയും. റമദാൻ കേവലം ഒരു ഉറക്കത്തിൻ്റെ ദിവസമല്ല, രാത്രിയും ഉറക്കം കുറച്ചുകൊണ്ടിരുന്നു എന്നാണ്. അവിടെ ഖുർആൻ ഇങ്ങനെ ഓതും. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും ഗൗരവം അള്ളാഹുവിൻ്റെ അടുത്ത് പറയാം, പഠിച്ചവനെ ഇവൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ സ്വീകരിക്കണേ അല്ലാ, ഇവൻ എന്നെ രാത്രിയിൽ ഓതിയിട്ടവൻ്റെ ഉറക്കം ഞാൻ തടഞ്ഞാണല്ലാ. ഇങ്ങനെ ഒരു ശുപാർശ കിട്ടാൻ റമദാൻ വിട പറയാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മളോടൊന്ന് ചോദിച്ചു നോക്ക്, ഇങ്ങനെ ഒരു ശുപാർശ കിട്ടാൻ അർഹനാണോ ഞാൻ? സ്വമേധയെ സ്വന്തം ആലോചിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് നമ്മളൊക്കെ പറയാം. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞെന്താ സംഗതി എന്ന് പറയും, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും സങ്കടം വരും. കാരണം ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പേരിൽ സങ്കടം ഉണ്ടാകും. അങ്ങനെ സങ്കടം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പ് അയാൾ വിജയിച്ചു എന്നാണ്. അയാൾക്ക് വിജയിക്കാൻ കഴിയും. ഇതൊക്കെ നടക്കും, നീ അടുത്ത റമദാൻ വരുമ്പോൾ അപ്പൊക്കെ നോക്കാം എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ അയാൾ നശിക്കും, ഉറപ്പാണ്. അയാൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നവനല്ല എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, അന്നദമു അത്തൗബ, അന്നദമു അത്തൗബ. ഖേദം, സംഭവിച്ചു പോയതിലുള്ളൊരു ഖേദം, തനിക്ക് നഷ്ടപ്പെട്ടു പോയതിലുള്ളൊരു ഖേദം, അത് തന്നെ അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുന്ന തൗബയ്ക്ക് സമാനമാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ അയാൾക്ക് നന്നാകാൻ കഴിയും. നോക്കുങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇവിടുന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇന്ന് 24 നോമ്പ്. ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. 5 ദിവസം കൂടെ ഉള്ളൂ. 29 അവസാനിക്കും. അവസാനിക്കാതിരിക്കണമെങ്കിൽ അത്ഭുതം നടക്കണം. അതെങ്ങനെ? വല്ല ന്യൂനമർദ്ദം ഉണ്ടായിട്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾ മുഴുവനും എന്താവണം? കരിമേഘങ്ങൾ കൊണ്ട് കറക്കണം. എന്നാൽ കാണൂല. അപ്പം നമുക്ക് 30 പൂർത്തിയാക്കാം. അല്ലെങ്കിൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ അവസാനിക്കും. റമദാനിലേക്ക്, വെള്ളിയാഴ്ചയിലേക്ക് എന്തു ചെയ്യും? പെരുന്നാൾ വരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കൂ, 5 ദിവസങ്ങൾ. ഇന്നത്തെ രാത്രി അത് നിർണായകം. ഇന്ന് നോമ്പ് തുറക്കാൻ വന്ന ആളുകൾ, ഇഫ്താർ സംഗമത്തിൽ വന്ന ആളുകൾ റമദാൻ വിട പറയാൻ പോകുമ്പോൾ അതിനിർണായകമായൊരു രാത്രിയിലാണ് ഇന്നത്തെ രാത്രിയിലേക്ക് പ്രവേശിക്കുക. ആ രാത്രിയിൽ എനിക്കെൻ്റെ റബ്ബിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ റബ്ബിനോട് ചില സങ്കടങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ച് എനിക്ക് എൻ്റെ റബ്ബിനോട് പറയാനുണ്ട് കുറച്ച്. ഇല്ല, ഇന്നെൻ്റെ കണ്ണിനുറക്കമല്ല, ഇന്നെൻ്റെ കണ്ണിൽ കണ്ണുനീരാണ്. എൻ്റെ റബ്ബിനോട് ഞാൻ കാണിച്ച അപമര്യാദയ്ക്ക്, അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ സുന്ദരമായ ദിവസങ്ങളിൽ ഞാൻ കാണിച്ച അപമാനത്തിന്, ഞാൻ എന്നോട് കാണിച്ച ധിക്കാരത്തിന്, ഞാൻ എൻ്റെ റബ്ബിനോട് കാണിച്ച അനുസരണക്കേടിന് എല്ലാം റബ്ബിൻ്റെ മുന്നിൽ സങ്കടമായി പറഞ്ഞെനിക്കൊന്ന് കരയണം. ഇത്രയും ദിവസമായിട്ടും കണ്ണ് നനയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മുടെ ഖൽബിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. കരയാൻ കഴിയാത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൃദയം കടുത്തവനെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹൃദയം കടുത്തുപോയവന് കണ്ണെന്ന് കണ്ണുനീര് വരില്ല. ഹൃദയത്തിൻ്റെ നൈർമല്യമാണ് കണ്ണിങ്ങനെ പെയ്തൊഴിയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവിടുത്തെ പേരക്കുട്ടിയുടെ മരണം, പ്രവാചകന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് ആ കുട്ടി മരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിന്നിങ്ങനെ കണ്ണുനീരൊഴുകുന്നു. കൂടെ നിൽക്കുന്ന സഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങളും കരയാണോ? അപ്പോൾ റസൂൽ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ, ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അവൻ്റെ അടിമകളുടെ ഖൽബിൽ അവൻ ഏർപ്പെടുത്തിയ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഖൽബ് വേദനിക്കും, കണ്ണിന്ന് വെള്ളം വരും. ഖൽബ് വേദനിച്ചാൽ കണ്ണിന്ന് വെള്ളം വരും. അള്ളാഹുവിൻ്റെ മുന്നിൽ സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. എൻ്റെ റബ്ബിനോട് എനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ എൻ്റെ കണ്ണിന്ന് വെള്ളം വരും. കാരണം എൻ്റെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് എന്തൊരു ധിക്കാരമാണ് റബ്ബേ ഞാൻ നിന്നോട് ചെയ്തു പോയത്. നീ എനിക്ക് അനുഗ്രഹമായി തന്ന ഈ സമയം പോലും
ഉപയോഗപ്പെടുത്തുന്നതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ റബ്ബേ എന്ന ആ ചിന്ത നമ്മുടെ ഖൽബിലേക്ക് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സംസാരത്തിൻ്റെ ആദ്യ ഭാഗം അതാണ്. അതിനിർണായകമായ ഈ സന്ദർഭങ്ങളെ നഷ്ടപ്പെടുത്തുന്നവൻ പിന്നെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ വഫി റിവായത്തിൻ ഉഖറാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല. ആർക്ക് ആ ലൈലത്തുൽ ഖദർ എന്ന നന്മ നഷ്ടപ്പെടുന്നുവോ അയാൾക്ക് സകലമാന നന്മയും നഷ്ടപ്പെട്ടവനാണ്. അപ്പോൾ തീരുമാനിക്കുക, ഉറങ്ങണോ ഉറങ്ങണ്ടേ? ഹലോ, തീരുമാനം പറയും. ഇനിയുള്ള 25, 27, 29 3 രാത്രിയാണ്. 3 രാത്രി ഉറങ്ങൂലേ? പരമാവധി ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കും. തീരുമാനിക്കണം, റബ്ബിനോട് പറയണം, ഭർത്താവേ എനിക്ക് ലൈലത്തുൽ ഖദർ ഉള്ള സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവ് കേടുകൊണ്ടും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടും സംഭവിച്ചു പോയതാണ്. അത് കിട്ടിയവരെ കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് ചേർത്തേക്കണേന്ന്. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു വലിയൊരു ഓഫർ നടക്കുന്നുണ്ട്, വലിയൊരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് എല്ലാ രാത്രിയിലും. ലുലുമാളിലല്ലട്ടാ. നിങ്ങളെ പേര് എഴുതിയിട്ടിരുന്നോ? അതിൽ പേരെഴുതി ഇട്ടിരുന്നോന്ന്? എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാണ്. വലില്ലാഹി ഉത്ഖാഉ മിനന്നാർ. എല്ലാ രാത്രിയിലും, റമദാനിൻ്റെ എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ അല്ലാഹു പ്രത്യേകം മോചിപ്പിക്കുകയാണ്. വഫീ ദാലിക കുല്ല ലൈല, വഫീ ദാലിക, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നുണ്ട്. അതിലെൻ്റെ പേരുണ്ടോ എന്ന് പറഞ്ഞോ? അതിലെൻ്റെ പേര് കൂടി ചേർക്കണേ അല്ലാ എന്ന് ഇത്രയും ദിവസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും പറഞ്ഞു പോയോ? പഠിച്ചോനെ, ഫ്രീയായി നരകത്തുനിന്ന് മോചിപ്പിക്കുന്നവരെ കൂട്ടത്തിൽ അല്ലാ എന്നെ പേര് കൂടി ചേർക്കണേ റബ്ബേ, എന്നെ കൂടി ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് റബ്ബിനോട് പറയാൻ കഴിഞ്ഞോ? പറഞ്ഞിരുന്നോ? പറയണം. ഇനിയുള്ള രാത്രിയിലും പറയണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാൻ, പറയണം അള്ളാഹിനോട്, എന്നെ ഉൾപ്പെടുത്തണേ പഠിച്ചവനെ, അതിലെന്നെയും ഉൾപ്പെടുത്തണേ അല്ലാ. അങ്ങനെ റമദാൻ വിട പറയുമ്പോൾ എനിക്ക് നന്മകളുടെ ഒരു വലിയ ഭാണ്ഡം വേണം, ഒരു ഭാണ്ഡം വേണം. ഈ റമദാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സാധാരണ പറയാറുള്ള ക്ലാസ്സുകളിലൊക്കെ വേണ്ടത് ഇതുപോലെ കുറേ സംഗതികൾ ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്താണ് ഈ ചെയ്യാൻ പോണത്, ഏതാണ് ഈ മാസം, ഇവിടെ എന്തൊക്കെയാണ്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. നിങ്ങളൊരു ദിവസത്തിൽ എത്ര ഇസ്തിഗ്ഫാർ നടത്തും? ഓരോരുത്തരും ആലോചിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചാൽ മതി, വെറുതെ പറഞ്ഞാൽ മതി. സാധാരണഗതി എത്ര ഉണ്ടാകും ഒരു ദിവസത്തിൽ? ഏറ്റവും കുറഞ്ഞ് നമ്മൾ പ്രത്യേക എണ്ണം പിടിക്കാതെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരു 100 പ്രാവശ്യം പറയുന്ന ആളുകളുണ്ടാകും, അതിൽ കൂടുതൽ പറയുന്നവരുണ്ടാകും. ചില ആളുകൾ പിന്നെ വളരെ കുറച്ച് പറയുന്ന ആളുകൾ, ചില ആൾ പറയണം ഞാൻ അങ്ങനെ പ്രത്യേകം പറയലൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കേ ഞാനൊരു സംഗതി പറയാട്ടോ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതിയാണെന്ത്? ഇസ്തിഗ്ഫാർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നിങ്ങൾ ചെയ്താൽ എന്ത് കാര്യങ്ങൾക്ക് വേണോ അതിന് ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി. ഞാൻ പറയല്ലോ, ഒറ്റ മൂലിയാണ് ഇസ്തിഗ്ഫാർ എന്നാണ്. നിങ്ങൾക്ക് കുട്ടികളെ വേണോ? സന്താനങ്ങളില്ലാത്ത പ്രയാസമുണ്ടോ? ശാരീരികമായ ടെസ്റ്റൊക്കെ നടത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ, വേറെ എന്തോ പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളാം. നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. നിങ്ങൾക്ക് ശാരീരികമായ വിഷമങ്ങളുണ്ടോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. നിങ്ങളുടെ കാർഷിക വിഭവങ്ങളിൽ പ്രശ്നം വരുന്നുണ്ടോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. നിങ്ങൾക്ക് മഴ കുറവുണ്ടോ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. എല്ലാത്തിനുമുള്ളൊരു ഒറ്റമൂലിയാണെന്ത്?
എന്ത്? ഇസ്തിഗ്ഫാർ. ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട് പ്രധാനമായി പറഞ്ഞ ഷഹാദത്ത് കലിമ അല്ലെങ്കിൽ തൗഹീദിനോട് കൂടി പറഞ്ഞൊരു വിഷയം എന്താണ്? ഇസ്തിഗ്ഫാറാണ്. ഒന്നാമത്തെ പ്രവാചകൻ മഹാനായ നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞ വർത്തമാനം وَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. സൂറത്ത് നൂഹ് വീട്ടിൽ പോയി ഒന്ന് വായിച്ച് നോക്കിക്കോളീൻ. നൂഹ് നബി പറയാണ്, ജനങ്ങളെ ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് സമൃദ്ധമായ മഴ തരുന്നതാണ്, നിങ്ങളുടെ കാർഷിക വിഭവങ്ങൾ ഭംഗിയാക്കുന്നതാണ്, നിങ്ങളുടെ ജലസ്രോതസ്സുകൾ നന്നാക്കി തരുന്നതാണ്, നിങ്ങൾക്ക് സന്താനങ്ങളെ അള്ളാഹു നൽകുന്നതാണ്, നിങ്ങൾക്ക് സമ്പത്ത് അള്ളാഹു വർധനവിച്ച് തരുന്നതാണ്. എന്തുവേണം? ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോളൂ. ഇത് അള്ളാഹു വെറുതെ പറഞ്ഞു പോയതല്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് നിങ്ങൾ സ്വമേധയാ പറഞ്ഞില്ലെങ്കിലും അള്ളാഹു നിരന്തരം പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, കേട്ടോ. നമസ്കാരത്തിൽ റുകൂഇലും സുജൂദിലും പറയുന്ന പ്രാർത്ഥന എന്താ? പറഞ്ഞോട്. അല്ല ചങ്ങായിമാരെ, നിങ്ങളാരും നിസ്കരിക്കാത്തവരാ? എന്താ പറയാ? സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല അല്ലേ? അതാണ് കുറേ അധികം ആളുകൾ പറയാം. പക്ഷെ അതൊക്കെ മാറ്റിക്കളയും. അത് മാറ്റിക്കോ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അതാണ് പറയേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായം സ്വഹാബികളും താബിഈങ്ങളും മുഫസ്സിറുകളും എല്ലാം ആ അധ്യായത്തെക്കുറിച്ച് പറയുന്ന പേര്, ആ അധ്യായം സൂറ അത്തൗദീ എന്നാണ്. സൂറത്ത് തൗദീ എന്ന് പറഞ്ഞൊരു അധ്യായം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അല്ല മനുഷ്യന്മാരെ, ഞങ്ങളോടല്ലേ ചോദിക്കണത്? നിങ്ങൾക്കിത് ശീലമല്ലേ? ഇങ്ങോട്ട് ചോദിച്ച ശീലം ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങോട്ട് ചോദിച്ച ശീലം ഉണ്ടാവില്ല അല്ലേ? അതാണ് ഈ പ്രശ്നം. അതെന്താ പറയുക, ജനങ്ങൾ ഈ മൻ കി ബാത്തിൻ്റെ അവസ്ഥയിലപ്പം ഉള്ളത്. മൻ കി ബാത്ത് ഇങ്ങനെ നടക്കും, ആളുകളൊക്കെ ഇങ്ങനെ അന്തപ്പെട്ട് കേട്ടിരിക്കും. ചില ആളുകൾ ഇവിടെ ഉണ്ടാവും, ചില ആളുകൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പരിപാടി കഴിയുമ്പോൾ സാറ് പ്രസംഗമായിരുന്നു കേട്ടാന്ന് പറയാം. ആ പ്രസംഗം നടത്തി പോണതാണ് ഇവിടുത്തെ വിഷയം എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയട്ടാ. അടിച്ചുപൊളി അങ്ങ് പറഞ്ഞു പോയതാണ് പ്രശ്നം. പക്ഷെ ആളുകൾ എത്രത്തോളം ഉൾക്കൊണ്ടു, ആളുകൾക്ക് എത്ര മനസ്സിലായി, അവർക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്, അവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ, ഇതൊന്നും ചോദിക്കാൻ അതിന് വല്ല മുഖാമുഖം നടത്തേണ്ടി വരും. അതിനൊട്ട് നമ്മൾ ചോദിക്കൂല അല്ലേ? അതിട്ട് നമ്മൾ ചോദിക്കൂല. ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ പണി എന്താ, തറാവീഹ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പള്ളി, അതായത് ഞങ്ങളുള്ള മഹല്ലിലെ പള്ളി, ആ പള്ളിയിൽ എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ അന്ന് ഖുർആൻ അവിടെ നിന്ന് ഓതിയത് എന്താണോ ഇമാമ്, അതിൻ്റെ ഒരു വൽഹാസലി ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഇന്നതാണ് ഓതിയിട്ടാ. എന്നിട്ട് ഓരോ സംഗതികളും ഓല ഇടപെടുത്ത് വർത്താനം പറയും. എന്നിട്ട് ഞാനിപ്പോൾ പണി ഇടയ്ക്കൊക്കെ ചില അടിവ് കൊടുക്കും. ഇപ്പം എന്താ പണിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുറേ അധികം ആളുകൾക്ക് നിസ്കരിക്കാൻ അറിയില്ല എന്ന് പറയാൻ ചിലപ്പം അടിയിട്ടാ അല്ലേ? ഞാൻ പറയാം, ധാരാളം ആളുകൾക്ക് നിസ്കരിക്കാൻ അറിയില്ല. നമ്മളൊക്കെ നിസ്കരിക്കണം എങ്ങനെയാണെന്നറിയോ? എങ്ങനെ? നമ്മളെ ഇഷ്ടത്തിനാണ്. ഞാനത് വേറൊരു വിഷയമാണ്. അങ്ങോട്ട് പോയാലേ എൻ്റെ പറഞ്ഞു തീരൂല. ഇതൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് അങ്ങോട്ട് പോകും. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഈ പിന്നെ ഇവിടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ജില്ലാ കമ്മിറ്റിയോടും അല്ലെങ്കിൽ മണ്ഡലം അല്ലെങ്കിൽ പിന്നെ ശാഖ എന്തായിക്കോട്ടെ, അവരോടൊക്കെ പറയാനുള്ളത്, കൃത്യമായി ആളുകൾക്ക് ഒരു നിസ്കാരത്തിൻ്റെ ക്ലാസ് കൃത്യമായിട്ട് എടുക്കണം.
കാരണം മഹാഭൂരിപക്ഷം വരുന്ന ആൾക്ക് നിസ്കരിക്കാൻ അറിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് ഞാൻ പറയാൻ വരുവാണ്, അങ്ങോട്ട് വരികയാണ് ഞാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്ക് ആളുകൾ അവരുടെ ഇഷ്ടത്തിനാണ് നിസ്കരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേറാജിൻ്റെ രാത്രി നിസ്കാരം നിർബന്ധമാക്കി അല്ലേ? 5 നേരത്തെ നിസ്കാരം നിർബന്ധമായി. അപ്പോൾ നിസ്കാരം നിർബന്ധമായി കഴിഞ്ഞാൽ പിറ്റേന്ന് സുബഹി നിസ്കരിക്കണ്ടേ? 5 നേരത്തെ നിസ്കാരമാകുമ്പോൾ സുബഹി, ലോഹർ, അസർ, മഗ്രിബ്, ഇശ അങ്ങനെയല്ലേ വരിക. അപ്പോൾ ലോഹർ സുബഹി നിസ്കരിക്കണമല്ലോ. നബി നിസ്കരിച്ചിനോ? നബി നിസ്കരിച്ചോ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി നിസ്കരിച്ചില്ല. എന്താ കാര്യം? നിസ്കരിക്കാനുള്ള കൽപ്പന വന്നിട്ടുള്ളത്, ആ നിസ്കാരത്തിൻ്റെ രൂപം മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിസ്കരിച്ചില്ല. ളുഹറിൻ്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, അള്ളാഹുവിനുള്ള ഇബാദത്തായ നിസ്കാരം അള്ളാഹു ജിബ്രീലിന് പറഞ്ഞു കൊടുത്ത്, ആ ജിബ്രീൽ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് കാണിച്ചു കൊടുത്തു. നബി തങ്ങൾക്ക് നിസ്കാരം പഠിപ്പിച്ചു. 5 വഖത്ത് സമയത്ത് 5 ടൈമിൽ വന്നു. അടുത്ത ദിവസം മഗ്രിബ് ഒഴിച്ചു ബാക്കി എല്ലാ സമയങ്ങളിലും വേറെ സമയത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അൽ വഖ്തു മിൻ ഹാഹുന ഇലാ ഹാഹുന, സമയം ഇന്നത് മുതൽ ഇന്നത് വരെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിച്ചിട്ട് സ്വഹാബത്തിൻ്റെ മുന്നിൽ നിസ്കരിച്ച് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിസ്കരിക്കണം. ക്ലിയർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കണ്ടത് എങ്ങനെയാണോ അങ്ങനെ നിസ്കരിക്കണം. അപ്പോഴേ എന്താവുള്ളൂ? പറയും, എന്താവുള്ളൂ? നിസ്കാരമാകുള്ളൂ. ഇനി ഞാൻ പറയാം, അള്ളാഹുവിൻ്റെ റസൂൽ മദീനത്തെ പള്ളിയിലിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സഹാബി വന്ന് അവിടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ വിളിച്ചു, തആൽ തആൽ തആൽ, ഇങ്ങോട്ട് വരും, സ്വല്ലി ഇന്നക ലം തുസല്ലി, സ്വല്ലി ഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ച ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, നീ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം പോയി വീണ്ടും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, സ്വല്ലി ഇന്നക ലം തുസല്ലി, പോയി നീ നിസ്കരിച്ചിട്ടില്ല. 3ാമത്തെ പ്രാവശ്യമായി അദ്ദേഹം നിസ്കരിച്ചു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ നിസ്കാരത്തിൽ എന്താണ് അപാകത, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഇവിടെ നിങ്ങൾ നോക്കണേ, പൂർണ്ണമായി നിസ്കരിച്ച ആളോടാണ് റസൂൽ എന്ത് പറയണത്? നിസ്കരിച്ചിട്ടില്ല. എന്താ വിഷയം? നിസ്കാരമാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു പറഞ്ഞ പോലെ ആവണം. കാരണം നിങ്ങളെ വീട്ടിൽ തെങ്ങിന് തടവെടുക്കാൻ വിളിച്ചും വന്നിട്ട് അവനിഷ്ടമുള്ള തുറന്ന് നിങ്ങൾ പൈസ കൊടുക്കുമോ? നിങ്ങളെ വീട്ടിൽ പണിയെടുക്കണമെന്ന് എന്ത് പറയണം? നിങ്ങൾ പറഞ്ഞ പോലെ ആവണ്ടേ? നിങ്ങൾ പറഞ്ഞ പോലെ പണിയെടുക്കാതെ ഓൻ വേറെ പണിയെടുത്താൽ നിങ്ങൾ കൂലി കൊടുക്കുമോ? എന്താ പറയുക? ഞാൻ പണി ചെയ്തിട്ടില്ല എന്നാ പറയുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യണം. അതാ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു, അതേ റസൂലുള്ളാഹിന്റെ സഹാബി എന്നത് മാത്രമല്ല, സ്വാഹിബു സിർരി റസൂലില്ല, റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ആര്? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അതേ പള്ളിയിലിരിക്കുമ്പോൾ ഒരാളിങ്ങനെ നിസ്കരിക്കാൻ, ഒരു കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് വെച്ചു, ഉപ്പ, അല്ലയോ ഷെയ്ഖ്, എത്ര കാലമായി നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്? നിങ്ങളിങ്ങനെ എത്ര കാലമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, 50 കൊല്ലമായി ഞാൻ നിസ്കരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, 50 കൊല്ലമായി ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 50 കൊല്ലമായി നിങ്ങൾ നിസ്കരിക്കുന്നില്ല. 50 കൊല്ലമായി നിങ്ങൾ നിസ്കരിക്കുന്നില്ല. ഞെട്ടിപ്പോയ അദ്ദേഹം, എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ 50 കൊല്ലമായി അള്ളാഹ്ക്ക് നിസ്കരിക്കുന്നു. ഹുദൈഫ പറയുന്നു, ഞാൻ അള്ളാഹ്ക്ക് നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറയണത്. അപ്പം എന്താ വിഷയം? നിസ്കരിക്കുമ്പോൾ കൈ എങ്ങനെയാണ് വെക്കേണ്ടത്? ആ കൈ അള്ളാൻ്റെ റസൂല് വെക്കാൻ പറഞ്ഞ പോലെ വെക്കണം, ഉയർത്താൻ പറഞ്ഞതുപോലെ ഉയർത്തണം. എൻ്റെ ഇഷ്ടത്തിന് കൈ ഉയർത്തിയാൽ അതെന്താവൂല? പറ,
നിസ്കാരാവൂല. അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നവൻ കൈ എവിടെ വെക്കണം, കൈ എങ്ങനെ പിടിക്കണം, ചുരുട്ടണം, വിരലെങ്ങനെ നീട്ടണം. ഇന്നിപ്പോൾ കസേര കളിയാണല്ലോ പള്ളിയിൽ കൂടുതലും. പള്ളിയിൽ കസേര കളിയുണ്ട്. പള്ളിയിൽ കസേരയിൽ നിസ്കരിക്കുന്ന ആൾ നിസ്കരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓലിട്ടത്തിൽ നിസ്കരിക്കണേ. അതുകൊണ്ട് ഓർക്ക് തോന്നുമ്പോൾ എഴുന്നേറ്റിക്കും, അല്ലാത്തപ്പോൾ ഇരിക്കും. പിന്നെ ഓൻ പടച്ചോൻ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, ഞാൻ ഇപ്പം ചെയ്യണ റുക്കു അല്ല സുജൂദാണെന്നുണ്ട്. കൈ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒക്കെ ഓൻ ഉണ്ടാക്കിയതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊന്നുമല്ല. ഇങ്ങനെ നമുക്ക് തോന്നുന്ന മാതിരി നിസ്കരിക്കുകയാണ്. കാലെങ്ങനെ വെക്കണം, കൈ എങ്ങനെ, ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞ ആളുകൾ എന്ത് പറയും, ഞാൻ കുറേ കാലമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയതാണ്, നമ്മളിങ്ങനെയൊക്കെ തന്നെ നിസ്കരിക്കല്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നക്കെല്ലാം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. ഇതിങ്ങനെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ അങ്ങോട്ട് പോയി, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേട്ടാ. എന്തായാലും അതിങ്ങനെ ഓരോന്നും വിശദീകരിക്കേണ്ടതുണ്ട്. അതിൽ പെട്ടതാണ് അതിലെ ദിക്റുകൾ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിടവാങ്ങുന്നതിൻ്റെ അധ്യായം അവതരിക്കുന്നു. വിടവാങ്ങൽ അധ്യായം. സൂറത്തു തൗദീ എന്ന് പറഞ്ഞാൽ വിടവാങ്ങുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. ആ അധ്യായം എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിയാൽ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നതും നീ കണ്ടാൽ 3 കാര്യങ്ങൾ ചെയ്യണം നബിയെ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, നീ സ്തോത്ര കീർത്തനമർപ്പിക്കണം, നീ ഹംദ് പറയണം, നീ ഇസ്തിഗ്ഫാർ നടത്തണം നബിയെ. ഇത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. ഈ അധ്യായം ഇറങ്ങിയത് മുതൽ നബി തങ്ങൾ മരിക്കുന്നത് വരെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യുക്സിറു ഫീ റുകൂഇഹി വസുജൂദിഹി, നബി തങ്ങൾ അവിടുത്തെ റുകൂഇലും സുജൂദിലും ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. എന്താ പറഞ്ഞത്? അതെ, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. ഞാൻ പറയാൻ വന്ന വിഷയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം ഉണ്ടാക്കിയ നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാം. അഖിമി സ്വലാത്ത ലിദിക്രി എന്നാണ്. നിസ്കരിക്കുന്ന അള്ളാഹിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുമായുള്ള ഏറ്റവും ശക്തമായൊരു ബന്ധമാണ്. നിങ്ങളൊക്കെ പറയില്ല, എല്ലാവരും പറയുന്നത് എനിക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണെന്നാണ്. അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങൾ? എന്താ പോണത്? നമുക്ക് ഹൃദ്യമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? കയ്യിൽ നിങ്ങളൊരു പഴം വെച്ചിരിക്കുന്നു, ഒരു പഴം കയ്യിൽ, അല്ലെങ്കിൽ എന്തൊരു സാധനം, നല്ല മൂർച്ചുള്ളൊരു കത്തി നിങ്ങളുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് മുറിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ എങ്ങനെയായിരിക്കും മുറിക്കുക? ഇങ്ങനെ മുറുക്കോ? എങ്ങനെയായിരിക്കും? മരുന്നായിരുന്നു ആരെങ്കിലും തട്ട പൈക്കജ് അവിടെ നിന്ന് പിച്ചാത്താണ് കയ്യിൽ കത്തിയായിരിക്കണത്, കജ്ജ് മുറിഞ്ഞ് നാശാവും അല്ലേ? എത്ര ശ്രദ്ധയാണ് നമുക്ക് ഇല്ലേ? അത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിലേക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, ഇൻവോൾവ് ആയിരിക്കുന്നു. നിസ്കാരം അങ്ങനെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അർഹിനി ബിലാൽ, അർഹിനി എന്നാണ് പറയുന്നത്. റസൂലിൻ്റെ പ്രയോഗതാണ് റാഹത്തുണ്ടാക്കണം. മാത്രമല്ല ഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലാണ് എൻ്റെ കണ്ണിന് കുളിർമാന്ന്. നമുക്കിതെങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി എന്നാണുള്ളത്. ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കണം. ഈ മുജാഹിദ് പള്ളികൾക്കൊരു കുഴപ്പമുണ്ടെന്ന്, കുറ്റം പറയണമെന്നല്ല കേട്ടോ, ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ വിഷമമുണ്ടാവും. റമദാൻ തുടങ്ങുന്നതിന് മുമ്പേ കമ്മിറ്റിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, അവിടെ വിളിക്കണം ഇവിടെ വിളിക്കണം. എന്താണ്? നമുക്ക് നല്ലൊരു ഹാഫിളിനെ വേണം. ആരെ വേണം? അതുവരെ പള്ളിക്കലുള്ള കാക്കാനെ പറ്റൂല, അതുവരെ ഉള്ള ആളെ പറ്റൂല. റമദാനിൽ ആര് വേണം? ഹാഫിളിന് വേണം. എന്തിനാ ഹാഫിൾ വരുന്നത്?
അയാൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ ഓതും. അപ്പം ഇങ്ങനെ കേട്ടിരിക്കാം, അൽഹംദുലില്ലാ നല്ലൊരു റാഹത്താകൂലേ എന്നാണ്. എന്നിട്ട് അച്ചങ്ങായനെ കൊണ്ട് ഒരു പേജിനേക്കാൾ കൂടുതൽ ഓതിപ്പിക്കോ. മറ്റവനിക്ക് ഇവിടുന്ന് ഇങ്ങനെ കൊര തുടങ്ങും, അവിടുന്ന് മുക്കലും ഇവിടുന്ന് മൂളലും. എങ്ങനെയെങ്കിലും ചങ്ങായനെ കൊണ്ട് റുക്കൂ ചെയ്യിപ്പിക്കണം. നീ അഥവാ കമ്മിറ്റിക്കാരോട് ആളുകൾ പറയും, പിന്നെ ചങ്ങായനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താളി, ഇത്രയൊന്നും കൂടുതൽ ഓതണ്ട, മനുഷ്യൻ നിന്നിട്ട് ആകെ. പിന്നെ എന്തിനാണ് കാക്കാമാരെ നിങ്ങൾ ഈ ഹാഫിളിനെ കൊണ്ടുവച്ചത്? നിങ്ങളെ അവിടെ ഉള്ള ആൾ തന്നെ പോരെ. മനസ്സിലായ ഞാൻ പറഞ്ഞ്? ശരിക്കും അങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങണം. നമ്മളങ്ങനെ മുഴുകി നിൽക്കുകയാണ് വേണ്ടത് എന്നാണ്. അതിനാണ് റമദാനിലെ രാത്രികൾ അങ്ങനെയാണ്, ഹൃദ്യമായിരിക്കുമെന്നാണ്. അതിങ്ങനെ പോകുമ്പോൾ വല്ലാത്തൊരു, എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഇമാം ഇങ്ങനെ ഓതുമ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ്, ഖുർആനിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ. എപ്പോഴാണ് ഇമാമ് നിൽക്കാന്ന് നമ്മൾ ശ്രദ്ധിക്കാനില്ല. ഇമാമ് നിർത്തി റുക്കൂലേക്ക് പോകുമ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങാന്നുള്ളതാണ്. അതുവരെ നമ്മളതിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഇസ്തിഗ്ഫാറിനെ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വ്യാപിപ്പിച്ചു. 4 റക്അത്തുള്ള നിസ്കാരം, അതിൽ എത്ര റുക്കൂ ഉണ്ട്? എന്താണ് മുണ്ടാത്തത്? അല്ല, നിങ്ങളിനി മുണ്ടിയാലും മുണ്ടിയില്ലെങ്കിലും 6:30-ക്കാണ്, 6:38 ഇവിടെ 4 മിനിറ്റ് എനിക്ക് ഫ്രീ കിട്ടിയേട്ടാ. ഞങ്ങൾക്ക് 38-നാണ് അല്ലേ? നമുക്ക് 38-നല്ലേ വരിക? അതെ, 4 മിനിറ്റ് കുറവാട്ടെ എനിക്ക് ഇപ്രാവശ്യം. ഇത്രയും ഓടി വന്നതിന് പഠിച്ചോൻ തന്ന റുക്സയാണത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര റുക്കുണ്ട്? 4 റുക്കു. അപ്പോൾ ഒരു പ്രാവശ്യം 10 പറഞ്ഞാൽ എത്ര ഇസ്തിഗ്ഫാറായി? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി. എത്ര ഇസ്തിഗ്ഫാറായി? എത്രയായി? 4 എണ്ണം. ഒരു പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ 4 എണ്ണം. 4 റക്അത്തുള്ള നിസ്കാരത്തിൽ എത്ര സുജൂദുണ്ട്? എത്രയുണ്ട്? 8 സുജൂദുണ്ട്. ഒരെണ്ണം വെച്ച് പറഞ്ഞാൽ എത്ര കിട്ടും? 8 നേരത്തെ 4ഉം 12ആയി അല്ലേ? 4 റക്അത്തുള്ള നിസ്കാരത്തിൽ എത്ര അൽ ജുലൂസു ബൈന സജദത്തൈൻ, 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം എത്ര ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും അല്ലേ? ഇപ്പം എത്രയായി? 16 16ആയി. ഇനി നിങ്ങൾ നോക്ക്, സമ്പൂർണമായൊരു ഇസ്തിഗ്ഫാർ നിസ്കാരത്തിൻ്റെ ഒടുക്കത്തിലേക്ക് കൊണ്ടുവച്ചു. അത്തഹിയ്യാത്ത് പറഞ്ഞാൽ അതിനെന്ന് പറയാം, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു അല്ലേ? എല്ലാം ഉൾക്കൊള്ളിച്ചൊരു ഇസ്തിഗ്ഫാർ. പടച്ചോനെ, രഹസ്യം പരസ്യം, കഴിഞ്ഞത് മുൻകഴിഞ്ഞത് പിന്നാലെ വരുന്നത് അതിന് വിട്ടുപോയത് എല്ലാത്തിൽ നിന്നും പടച്ചോനെ മാപ്പ് ചോദിക്കണ്ടോ. അവസാനത്തെ ഇസ്തിഗ്ഫാർ എങ്ങനെയാണ്? ഇപ്പം എത്രയായി? 17 അല്ലേ? ഇനി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 3. ഇപ്പം എത്രയായി? 20. മനസ്സറിഞ്ഞ് റബ്ബിനോടൊരു നിസ്കാരം കഴിയുമ്പോൾ എത്രയായി? 20 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയാനുള്ള അവസരം അല്ലാഹു ഒരുക്കി തന്നു. 20 4 റക്അത്തുള്ളത് 3 നിസ്കാരങ്ങളാണ്. അപ്പോൾ എത്രയായി? അപ്പോൾ തന്നെ 60ആയി. പിന്നെ 3 ഉള്ളത് ഒരെണ്ണമുണ്ട്, 2 ഉള്ള ഒരെണ്ണമുണ്ട്. പിന്നെ അതിന് പുറമെ ഖബലിയും ബഅദിയുമായ റവാത്തിബ് സുന്നത്തുകളുണ്ട്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യാണ്? നമ്മളങ്ങനെ പറയിപ്പിക്കാൻ. പക്ഷെ ആ ഒരു സെൻസിൽ നമ്മൾ പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ഈ പറഞ്ഞൊരു സെൻസിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കുകയാണ്. അത് പറയുമ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, എന്നോട് പൊറുക്കണേ റബ്ബേ. റുക്കൂഇലും അതുപോലെ സുജൂദിൽ കിടന്നുകൊണ്ടും ഒക്കെ ഞാനിങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അത്തഹിയ്യാത്തിൻ്റെ സമയത്തിൻ്റെ ഖൽബ് പൊട്ടും. എന്താ അതാ ഞാൻ പറഞ്ഞ സമ്പൂർണമായ ഇസ്തിഗ്ഫാർ ചേർത്ത് വെച്ചിരിക്കാൻ. റബ്ബി ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു എല്ലാം ഉൾക്കൊള്ളിക്കുന്ന സമ്പൂർണ്ണ ഇസ്തിഗ്ഫാർ.
ഇത് റബ്ബ് സംവിധാനിച്ചു വെച്ച എന്തിനാണെന്നറിയോ? നമ്മളെ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിക്കാൻ. എങ്ങോട്ടെത്തിക്കാം? ഹലോ, എങ്ങോട്ടെത്തിക്കാം? സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ് അള്ളാഹു. പക്ഷെ നമ്മളെന്താ തീരുമാനിച്ചത്? പഠിച്ചോ അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് വേറെ എന്തൊക്കെയോ പണിയുണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നമസ്കാരത്തിന് വളരെ സ്പീഡുമാണ്. പക്ഷേ റമദാനിൻ്റെ ഈ രാത്രിയിൽ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുങ്ങൾ. ഒന്നിങ്ങനെ ഒന്ന് കൽബൊന്ന് വിട്ടുകൊടുക്കിൻ. ആ കൽബിനെ എന്നിങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു ഇസ്തിഗ്ഫാറിലേക്ക്, വർത്തമാനത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ചിട്ടും സംസാരിച്ചു നോക്ക്. അപ്പോഴാണ് നിസ്കാരം തീരല്ലേ എന്നിങ്ങനെ തോന്നിപ്പോവും. ഓരോ പ്രാവശ്യം കൈകെട്ടി നിൽക്കുമ്പോഴും അതിങ്ങനെ നമുക്ക് വലിയ സന്തോഷവും വല്ലാത്ത ആഹ്ലാദവും വല്ലാത്ത ഒരു ആനന്ദവും കുളിർമയും ഒക്കെ ഉണ്ടാകും നിസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ടിപ്സുകൾ എന്തിനാണെന്നറിയോ? ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളിലേക്കൊന്ന് ചെയ്തു നോക്ക്. എത്രത്തോളം സ്വർഗത്തിൽ പോകണമെന്നില്ലേ എല്ലാവർക്കും? ഇല്ലേ? ആണ്. എന്നാൽ സ്വർഗത്തിൽ പോകുമ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ എത്തിയാലോ? നടക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സ്വർഗത്തിൽ പോകാൻ നമുക്ക് പറ്റുമോ? സഹോദരിമാരെ, എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിങ്ങൾ ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. പോകാൻ പറ്റുമോ ഇല്ലേ? നമ്മളൊക്കെ എന്തൊരു കാട്ടാനെന്ന് ചോദിക്കുമല്ലേ? നമ്മളൊക്കെ എങ്ങനെ പോകും? നമുക്കൊക്കെ ഒന്നും പോകാൻ പറ്റിയ സ്ഥലമല്ല അത്. അതൊക്കെ അവിടെ അല്ലേ എന്നാണ്. ആണോ? അല്ല. അതിന് അള്ളാൻ്റെ റസൂല് ചില കാര്യങ്ങൾ പറഞ്ഞ് അതങ്ങോട്ട് ചെയ്താൽ മതി, നിങ്ങളവിടെ എത്തും. ഞാനത് ഓരോന്ന് എണ്ണി പറയുന്നില്ല. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രം പറയാം. സ്വഹാബികളൊക്കെ ആഗ്രഹിച്ചിരുന്നു റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന്. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓതുന്നത് സൂറത്തു നിസാ ആണ്, 4-ാം അധ്യായം. അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 100 ആയത്തുകളിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ അദ്ദേഹം ഓത്തവിടെ നിർത്തുന്നു. ഇതിനിടയിൽ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അവർ പള്ളിയിൽ ഇരിപ്പുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ ഉമറിൻ്റെ അടുത്തിരുന്നു. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓത്ത് നിർത്തി. എന്നിട്ടൊന്ന് ദുആരക്കാണ്. എന്താണ് ദുആ ചെയ്യുന്നത് ഇവിടെയുള്ളൊക്കെ അറിയുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, സൽ തുഅത. ഇബ്നു മസ്ഊദ് ചോദിച്ചോളൂ തരും, ചോദിച്ചോളൂ കിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 4 വഴിക്കും എല്ലാവരും പോയി. പക്ഷേ പിറ്റേന്ന് രാവിലെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരെ പോകുന്നത് ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിലേക്കാണ്. ഇബ്നു മസ്ഊദിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ്, ഇന്നലെ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുന്നതിനിടയിൽ നിങ്ങൾ ദുആ ചെയ്തല്ലോ, എന്താണ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചത്? ഇബ്നു മസ്ഊദ് ചോദിച്ചു, എന്താ കാര്യം? അതേ, ഞങ്ങളുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. നബി തങ്ങൾ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ചോദിച്ചോളൂ ഇബ്നു മസ്ഊദ്, നിങ്ങൾക്ക് ലഭിക്കും, ചോദിച്ചോളൂ അല്ലാഹു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചത്? പരിശുദ്ധ റമദാൻ വിട പറയാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ 3 ചോദ്യം വളരെ ഗൗരവതരമാണ്. ഒന്നാമതായി ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്. അല്ലാഹുവേ, നഷ്ടപ്പെട്ടു പോകാത്ത ഈമാൻ, വിശ്വാസം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഒരിക്കലും ആ വിശ്വാസത്തിൽ നിന്ന് മടങ്ങേണ്ടി വരാത്ത, പുറത്തു പോകേണ്ടാത്ത വിശ്വാസം, അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലാ. ആധുനിക കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിന് അർത്ഥമുണ്ട്. ദിനേന എന്നോണം മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെ പലരും പറയുന്ന വിഷയം കേട്ട് സംശയാലുക്കളായി വിശ്വാസം തന്നെ തകർന്നു പോകുന്ന കാലഘട്ടത്തിലൂടെയാണ്
പറയുകയാണ്, ചെറിയ കുട്ടികളും കൗമാരപ്രായക്കാരുമടക്കം ധാരാളം ആളുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് യാതൊരു താല്പര്യവുമില്ലാത്ത അവസ്ഥയിലേക്ക് അവരുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക കാലം. അവിടെയാണ് ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെച്ചുകൊണ്ട് ഇബ്നു മസ്ഊദിനോട് ചോദിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് പറഞ്ഞ വാക്കതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്. അല്ലാഹുവേ, മുർത്തദായി പോകാത്ത ഈമാൻ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. രണ്ടാമതായി ഞാൻ ചോദിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക നഈമൻ ലാ യൻഫദ്. അല്ലാഹുവേ, നശിച്ചു പോകാത്ത അനുഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീങ്ങിപ്പോകാത്ത അനുഗ്രഹം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നീ എനിക്ക് തരുന്ന ഔദാര്യമായ അനുഗ്രഹം അതിടക്ക് വെച്ചങ്ങില്ലാതെയായി പോകുന്നതിൽ നിന്ന് ഞാൻ റബ്ബേ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് നീ തരേണ്ടുന്ന നിഅമത്ത് അനുഗ്രഹം അത് നീങ്ങിപ്പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്തതാകണം അല്ലാഹ്. മൂന്നാമതായി ഞാൻ റബ്ബിനോട് ചോദിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുറാഫഖത മുഹമ്മദിൻ ഫീ അഅ്ലൽ ജന്ന. അല്ലാഹുവേ, സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ കൂട്ടുകാരനായി എനിക്ക് നാളെ റബ്ബേ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ച 3 ചോദ്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യം പറയും. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹം. അല്ലാഹ്, അങ്ങനത്തെ വലിയ വലിയ സ്വഹാബികൾക്ക് ഇതേ ആഗ്രഹം തന്നെയായിരുന്നു. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗത്തിൽ എനിക്ക് നിങ്ങളെ കൂട്ടുകാരനായി വരണം നബിയെ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഈ ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. പക്ഷെ ആ ആഗ്രഹിച്ച ആളുകളോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു, സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു, റബീഅ റളിയല്ലാഹു റസൂൽ പറഞ്ഞത്, അലൈക ബികസ്റത്തി സുജൂദ് ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്. ധാരാളം സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. ധാരാളം സുന്നത്ത് നിസ്കാരം, അഥവാ നിശ്ചയിക്കപ്പെട്ട നമുക്ക് തോന്നിയ സുന്നത്ത് നിസ്കാരം അല്ല കേട്ടോ, അത് മുത്തലഖൻ വേറെ ഉണ്ട്, അത് വേറെ പറയാം. അല്ലാഹു റസൂൽ സുന്നത്തായി നമ്മളൊക്കെ പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരം എത്ര ഉണ്ട്? ആകെ എത്ര ചെയ്യൽ? എല്ലാ ദിവസവും ളുഹ കൃത്യമായി നിസ്കരിക്കുന്ന എത്ര ആളുണ്ട് ഈ കൂട്ടത്തിൽ? ആരും കൈ ഉയർത്തല്ല കേട്ടാ, വെറും ചോദ്യം കേട്ടാ, ഉത്തരം കേൾക്കേണ്ടാത്ത ചോദ്യം, കൽബിലേക്ക് കയറേണ്ട ചോദ്യം. എല്ലാ ദിവസവും ളുഹ നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട്? 8 റക്അത്ത്, 8 റക്അത്താണ് കൂടിയാൽ, കുറഞ്ഞാൽ റക്അത്താൻ 2 റക്അത്ത്. എത്ര ആളുണ്ട്? അതുപോലെ തന്നെ ഇശ്റാഖ് ശുറൂഖിൻ്റെ സമയത്തുള്ള നിസ്കാരം, അതുപോലെ തന്നെയാണ് റവാത്തിബ് സുന്നത്തുകൾ, അതിൽ 12, 10 മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങൾ, അതല്ലാത്ത നിസ്കാരം വേറെയും. നമ്മൾ എത്ര പാലിച്ചു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയണേട്ടാ. ഇനി അത് മാത്രമല്ല, ഒരാൾ ഒരു ഒളു എടുത്തു വന്നാൽ അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ പോകുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദ്വാരക്കാം. എത്രയധികം സുന്നത്ത് നമസ്കാരങ്ങൾ! ഇനി ഒന്നും വേണ്ട, വെറുതെ 2 റക്അത്ത് 3 സമയത്ത് ഒഴിച്ച് ബാക്കിയേ സമയത്ത് നിസ്കരിക്കാം. 3 സമയം, മൻഹിയായ 3 സമയം ഒഴിച്ച് ബാക്കി ഏത് സമയത്തും നിസ്കരിക്കാവുന്ന നിസ്കാരം. ഉസല്ലി ലില്ലാഹി റക്അത്തൈൻ, അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. വെറും 2 റക്അത്ത് നിസ്കാരം. എന്താ? ലൈസ ലഹു സബബുൻ,
ഒരു കാരണമില്ല. എന്ത് മാത്രം? ഫീ വജ്ഹില്ല, അത്രമാത്രം. എത്ര ഉണ്ട്? പക്ഷെ നമുക്കൊന്നും അതിലേക്കൊന്നും എത്താൻ, അങ്ങോട്ടൊന്നും നമ്മൾ എത്താൻ കഴിയണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ ചെറുതുമ്മൽ ഇങ്ങനെ നിന്ന് ശീലിച്ചത് കൊണ്ടാണ്. ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടു പോകും. ഇതുകൊണ്ട് കയറ്റണം, കയറ്റിക്കോട്ടെ. ഇതുകൊണ്ട് പഠിച്ചോൻ സ്വർഗം തരികയാണെങ്കിൽ തന്നോട്ടെ. അല്ല, നിങ്ങൾ ബേജാറാവണ്ട കേട്ടാ. സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ പണിയെടുത്താൽ മതി. സന്തോഷ വാർത്ത. ഹലോ, സന്തോഷ വാർത്ത. സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ ചേട്ടാ. ഇസ്ലാം കാര്യങ്ങൾ എത്രയുണ്ട്? 5. അതിലൊന്ന് പൂർത്തിയാക്കിയവരെപ്പോൾ ഇരിക്കണൊക്കെ ഷഹാദത്ത് കലിമ അവിടെ നിന്നോട്ടെ. ബാക്കി 4 ഉണ്ടല്ലേ. ഒരു പറ്റ പാവമായൊരു മനുഷ്യൻ, സാമ്പത്തികമായി പറ്റ പാവത്തിലുള്ള മനുഷ്യൻ, അയാൾ സക്കാത്ത് കൊടുക്കണോ? ഹലോ, സക്കാത്ത് കൊടുക്കണോ? വേണ്ട. അപ്പോൾ ഒന്നൊഴിഞ്ഞില്ലേ? സ്വർഗത്തിൽ പോകാനുള്ള 5 കാര്യങ്ങളിൽ ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞാട്ടാ. ഇനി അയാൾക്ക് ഹജ്ജ് ചെയ്യണോ? ഹജ്ജ് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം അയാൾക്ക് പൈസ ഇല്ല, സാമ്പത്തികമായി കഴിവില്ല. അപ്പോൾ എത്രയായി? എത്ര എണ്ണം പോയി? 3 എണ്ണം കഴിഞ്ഞേട്ടാ. ഇനി എത്ര ഉള്ളത്? 2 എണ്ണം. റമദാനിൽ നോമ്പെടുക്കണം. അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത രോഗം ഉണ്ടെന്ന് നോക്കുക. നോമ്പെടുക്കണോ? എടുക്കണോ? വേണ്ട. അയാൾ ഫിദിയ കൊടുക്കണ്ടേ? ഫിദിയ കൊടുക്കാൻ പൈസ കയ്യിലുണ്ടോ? ഇല്ല. അതിനെ ഫിദിയ കൊടുക്കണോ? വേണ്ട, ഫിദിയം കൊടുക്കണ്ട. അപ്പം എന്തായി? ഇനി ആകെ ഒരൊറ്റ ഒരെണ്ണുള്ളത്. അത് ഈ ചങ്ങായിക്ക് ഓർമ്മയുള്ള കാലം വരെയും ചെയ്യണം. അത് ഭംഗിയായി ചെയ്താൽ ആ ഒരൊറ്റ കാര്യം മതി എവിടെ എത്താൻ. പക്ഷെ താഴെ കിട്ടുള്ളൂ കേട്ടാ. എവിടെ കിട്ടുള്ളൂ? താഴെ കിട്ടുള്ളൂ. കാരണം സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ 2 സ്വർഗം തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇവിടെ നിന്നിപ്പോൾ നമ്മൾ രാത്രി മേലോട്ട് നോക്കിയ നക്ഷത്രം കാണൂലേ, അതാണ് 2ാമത്തെ തട്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വൻവയാണത്. അവിടുന്ന് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായ? അവിടുന്ന് ഇങ്ങോട്ട് വരാം, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കയറാം സ്വർഗത്തിൽ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. എന്നുവെച്ചാൽ ഇവിടെ കുറച്ച് മീൻ കുറവായിരിക്കും, കുറച്ച് മറ്റേ ഇത് കുറവായിരിക്കും. അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. കിട്ടുന്ന അയാൾ വിചാരിക്കും എന്ത്, ഞാൻ തന്നെയാണല്ലോ ഏറ്റവും അധികം ഭാഗ്യമുള്ള ആൾ എന്ന്. ഞാൻ തന്നെയാണ് ഏറ്റവും അധികം ഭാഗ്യമുള്ള ആൾ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണിത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത്? എന്തിനാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ടത്? എന്തിനാണ് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കേണ്ടത്? എന്തിനാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ടത്? ഇത് വർദ്ധിപ്പിക്കേണ്ടത് എന്തിനാണ്? സ്വർഗത്തിൽ ഇങ്ങനെ പദവി കൂടി വരണം. നിങ്ങളൊരു സുജൂദ് ചെയ്താൽ, മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തൗബാൻ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് ചെയ്താൽ ആ ഒരൊറ്റ സുജൂദ് കൊണ്ട് ഒരു പദവി അള്ളാഹു നിനക്ക് ഉയർത്തുന്നതും നിന്റെ ഒരു തെറ്റ് അള്ളാഹു മായ്ക്കുന്നതുമാണ്. ഒരൊറ്റ സുജൂദിന്, ഒരൊറ്റ സുജൂദിന് അതിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട ഭാഗതാണ്, റമദാനിൻ്റെ ഈ അവസാന നിമിഷങ്ങളെങ്കിലും ഏറ്റവും ഹൃദ്യമാക്കണം. ഏതൊരു കർമ്മത്തിൻ്റെയും ഫലപ്രാപ്തി നിശ്ചയിക്കപ്പെടുന്നതിൻ്റെ ഖവാത്തിമുകൾ നിശ്ചയിച്ചുകൊണ്ടാണെന്നാണ്. ആരംഭശൂരത്വം എല്ലാവർക്കും ഉണ്ടാവും. അല്ലാഹു അക്ബർ. റമദാൻ ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പുകില്. പള്ളിയിൽ നിൽക്കാൻ സ്ഥിരമായിട്ട് വരുന്ന ചങ്ങായി 3ാമത്തെ സഫിലായിരിക്കും അല്ലേ? സ്ഥിരമായിട്ട് വരുന്ന ആൾ. അപ്പം മൂപ്പരിങ്ങനെ മനസ്സിൽ കരുത്, അൽഹംദുലില്ലാ എല്ലാവരും നന്നായിട്ടുണ്ടെന്നാണ് തോന്നണം. കാരണം മറ്റോമാരൊക്കെ പിടിച്ചു കെട്ടിയിരിക്കുകയാണല്ലോ. പിന്നെ ഈ കുഞ്ഞി ചിഹ്നകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ വലുതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം.
എന്തായാലും അൽഹംദുലില്ലാ അവർക്ക് കിട്ടിക്കോട്ടെ. ഇതെവിടം വരെ പോകുമെന്ന് എനിക്കൊന്ന് നോക്കണമല്ലോ. കുറച്ച് ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഫ്രണ്ടിൽ നിന്ന ആളുകളൊക്കെ ഒന്ന് കുറച്ച് വൈകാൻ തുടങ്ങി. അപ്പം മൂപ്പര് പറഞ്ഞ് ഇത് ഏകദേശം ഗ്യാസ് തീർന്ന്, മനസ്സിലായോ? ഇപ്പം സാധാരണ നിസ്കരിക്കുന്ന ആൾ ഒന്നാമത്തെ സഫിൽ തന്നെ എത്തി, മറ്റവരൊക്കെ കലിയായി. അതുകൊണ്ടാണ് സലഫു സാലിഹീങ്ങൾ ഒരാൾ പറഞ്ഞൊരു വർത്താനുണ്ട്, മൻകാന യഅ്ബുദു റമളാൻ ഫഇന്ന റമളാന ഖദ് ഫാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. മനസ്സിലായോ? ആരെങ്കിലും റമളാനെയാണ് ആരാധിച്ചതെങ്കിൽ, കാരണം റമളാനിനെ ആരാധിക്കുകയാണത്, കാരണം റമളാനികളാണല്ലോ. റമളാൻ വന്നപ്പോൾ അതിന് പ്രത്യേകം. അല്ല സഹോദരന്മാരെ, ഇങ്ങോട്ട് നോക്ക്, റമളാനിൽ നിങ്ങൾ കൂടുതൽ എന്ത് അമല ചെയ്തത്? എന്താണ് നിങ്ങൾ റമളാൻ ഒന്നും ചെയ്തിട്ടില്ലേ? റമളാനിൽ, അതായത് കഴിഞ്ഞ ശഅബാനിലില്ലാത്ത അല്ലെങ്കിൽ കഴിഞ്ഞ 11 മാസങ്ങളിൽ നമ്മൾ ചെയ്യാത്ത എന്ത് പണിയാണ് റമളാനിൽ ചെയ്തത്? ഖുർആൻ ഓതലോ? എന്ത് മാത്രമേ ഉള്ളൂ? നോമ്പെടുക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ തർവീഹത്ത് കൊണ്ട് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നതേ ഉള്ളൂ. അത് നമ്മൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ മുമ്പ് നിസ്കരിച്ച സാധനം തന്നെയാണ്. ഇതിലിപ്പോൾ ഒരു 11 എണ്ണം കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, പുതിയ സാധനവും ചെയ്തിട്ടില്ല. മനസ്സിലായോ? ശരിക്ക് തുടർന്ന് വരുന്ന സാധനം എന്ത് ചെയ്തു? കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് കൂടുതൽ ഭംഗിയാക്കി, അത്രേ ഉള്ളൂ. അപ്പം റമളാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ കട്ടയമ്പടം മടക്കണോ? ഹലോ, കട്ടയമ്പടം മടക്കോ? മടക്കൂല. കാരണം എന്താ? റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മവാസിമുൽ ഖൈർ, നന്മക്ക് കുറേ അവസരങ്ങൾ ഒരുക്കുന്ന സന്ദർഭമായി നിശ്ചയിച്ചു തന്നേ ഉള്ളൂ. റമളാൻ കഴിഞ്ഞാലോ എത്ര മണിക്കാണ് നിർത്ത സമയമല്ലേ? അല്പനേരം കൂടെ പറയാട്ടോ. അപ്പം ഇനി നോക്കാം, നിങ്ങൾ ഈ റമളാൻ അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് തീർക്കട്ട. പരിശുദ്ധ റമളാനിൽ കുറച്ച് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരം വായിച്ച് എത്ര കൂലി കിട്ടും? ഹലോ, ഇങ്ങോട്ട് പറ, ഇങ്ങോട്ട് ഒരു അർഫ് വായിച്ച് എത്ര കൂലി കിട്ടും? ഖുർആനിൽ ഒരു അർഫ് വായിച്ച് എത്ര കൂലി കിട്ടും? അത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഈ ചോദ്യങ്ങളൊന്നും. എത്ര കിട്ടും? 10 കിട്ടും. 10 കിട്ടും അല്ലേ? 10 കിട്ടും. അപ്പോൾ നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം കേട്ടാ, വെറുതെ കണക്കൂട്ടി നോക്കിക്കോളി. അലിഫ് ലാം മീം 3 അക്ഷരം എത്രയായി? 30 അല്ലേ? 30. നോർമലിൽ 10 വരെയാണ് പ്രതിഫലം വർദ്ധിക്കുക. 10 റമദാൻ ആകുമ്പോഴോ പറ 70. ഇങ്ങോട്ട് വന്നപ്പോൾ കുറഞ്ഞിക്കണല്ലേ? 70 അല്ല, 700. മിനൽ അശറ ഇലാ 700 ളിഅ്ഫിൻ, 700 ഇരട്ടി വരെ. അപ്പോൾ ഖുർആൻ ഓതാത്തതിന് നഷ്ടം തോന്നണ്ട? ഹലോ, ഖുർആൻ ഓതാത്ത നഷ്ടം തോന്നണ്ട? ഒരു ഹർഫിന് എത്ര കൂലി കിട്ടണമായിരുന്നു? 700 കിട്ടണം. 3 ലക്ഷത്തിലധികം വരുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ, 70,000-ത്തിലധികം വരുന്ന ഖുർആനിൻ്റെ പദങ്ങൾ, കലിമാത്തുകൾ, എത്ര ലക്ഷ പ്രതിഫലമാണ് ഈ റമളാനിൽ എനിക്ക് അല്ലാഹു ഓഫർ ചെയ്തിരുന്നത്. അല്ലാത്ത സമയത്തേക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട് എന്ന് മാത്രം. പക്ഷെ രണ്ടിടത്തും ഒരു സംഗതി ഉണ്ട് കേട്ടാ, കണ്ടു നോക്കണേ, രണ്ടിടത്തും ഒരേ സംഗതി. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മലക്കുകളോടൊപ്പം സ്ഥാനം കിട്ടണമെന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? എന്നാൽ ഒറ്റ പണി ചെയ്താൽ മതി, ഒരൊറ്റ പണി ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാം, ഈ റമളാൻ കഴിഞ്ഞാലും ചെയ്യണം. കാരണം ഈ ഓഫർ റമളാനിൽ മാത്രമുള്ളതല്ല കേട്ടോ, എല്ലാ സമയത്തും ഉള്ളതാണ്. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്,
വല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ്സഫറത്തിൽ കിറാമിൽ ബററാ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയതലങ്ങളെ, അതിൻ്റെ ഖുർആനിൻ്റെ ആശയങ്ങളിലൂടെ കടന്നുപോയി ഒരാൾ വായിച്ചാൽ അയാൾ സഞ്ചാരികളായ മാന്യന്മാരായ പുണ്യവാളന്മാരായ മലക്കുകളോടൊപ്പമാണ് അയാളുടെ സ്ഥാനം. എങ്ങനെ വായിക്കണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ 1-ാം അധ്യായം സൂറ അൽ ഫാത്തിഹയുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും കൂടി മനസ്സിലാക്കി വായിച്ചാൽ അതെങ്ങനെ വായിക്കും? അതൊക്കെ പണ്ഡിതന്മാർക്ക് കിട്ടുമായിരിക്കും, നമുക്കെങ്ങനെ കിട്ടാം? ഒരൊറ്റ മുജാഹിദിനും രക്ഷപ്പെടാൻ പറ്റൂല പടച്ചോൻ്റെ അടുത്ത്. കേരളത്തിൽ ഒരൊറ്റ മുജാഹിദും റബ്ബിൻ്റെ മുന്നിൽ രക്ഷപ്പെടൂല. എന്താ കാര്യം എന്നറിയോ? വല്ലാത്തൊരു സംഘടന നമ്മളെ ലോക്ക് ചെയ്ത് നിൽക്കണത്. അതെങ്ങനെയാണെന്നറിയോ? ഈ സംഘടനയിൽ വളരെ ഭംഗിയായി ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു വല്ലാത്തൊരു നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാകും അമാനി മൗലവിയുടെ തഫ്സീർ. ഉണ്ടോ? ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കാണി. അമാനി മൗലവിയുടെ തഫ്സീർ വീട്ടിൽ ഇല്ലാത്തവർ കൈപൊക്കിക്കാൻ. 1 2 3 4 3-4 ആൾ ഉണ്ട്. ഒരു 3000 ഉറുപ്പിക കൊടുത്താൽ കിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്ലേ സ്റ്റോർ ഓണാക്കുക. അതിൽ അമാനി തഫ്സീർ എന്ന് പറഞ്ഞ ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതെടുക്കാം. ആ തഫ്സീറിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അത് എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പൊരിക്കൽ ഒരു റംസാൻ സംഗമത്തിൽ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞിരുന്നു, അതെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ അമാനി മൗലവിയുടെ തഫ്സീറിലൂടെ നിങ്ങൾ കടന്നുപോയാൽ മലയാളത്തിലെ ആയത്തുകളുടെ വ്യാഖ്യാനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇബ്നു കസീർ വായിച്ച പ്രതീതിയാണ്, നിങ്ങൾക്ക് ത്വബരി വായിച്ച പ്രതീതിയാണ്, നിങ്ങൾക്ക് ഖുർത്തുബി വായിച്ച പ്രതീതിയാണ്, നിങ്ങൾക്ക് ബൈളാവി വായിച്ച പ്രതീതിയാണ്, നിങ്ങൾക്ക് റാസി വായിച്ച പ്രതീതിയാണ്, നിങ്ങൾക്ക് ജലാലൈനി വായിച്ച പ്രതീതിയാണ്, നിങ്ങൾക്ക് ഖാസിന് വായിച്ച പ്രതീതിയാണ്. ഇങ്ങനെ അറബി തഫ്സീറുകൾ മുഴുവനും അതിൻ്റെ സത്ത വളരെ ഭംഗിയായി മലയാളത്തിലേക്ക് നമുക്ക് സമ്മാനിച്ചിട്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞുപോയി മഹാനായ അമാനി മൗലവി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനേക്കാളും വിശാലമായ വ്യാഖ്യാനത്തിലൂടെ വായിക്കാൻ ഒരു പുസ്തകം കേരളത്തിൽ ഇല്ല മക്കളെ. അത് നിങ്ങളെ വീട്ടിൽ എടുത്തു വെച്ചിട്ട് ഈ പുണ്യം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയണോ വേണ്ടേ? പറയണോ വേണ്ടേ? പറയേണ്ടി വരും. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ എന്താണ് ഖുർആനെ കുറിച്ച് തദബ്ബുർ ചെയ്യാത്തത്? എന്താണ് ഉറ്റാലോചിക്കാത്തത്? എന്താണ് ചിന്തിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അതല്ല, നിങ്ങളുടെ ഖൽബുകളിൽ മൂടിയിട്ടടച്ചിരിക്കുകയാണോ? പരിശുദ്ധ ഖുർആൻ അത് പഠിക്കാനും മനസ്സിലാക്കാനും അതിങ്ങനെ വായിക്കാനും പറ്റുന്ന സന്ദർഭമാണ് റമദാൻ. രാത്രിയിൽ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ, പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ, വീട്ടിലിരിക്കുന്ന ആളുകൾ അതിങ്ങനെ വായിക്കുക. നിങ്ങൾ അത്ഭുതങ്ങളിലൂടെ കടന്നു പോകാം, പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകാം. അങ്ങനെ റമദാനിലും അല്ലാത്തപ്പോഴും കിട്ടുന്ന പ്രത്യേകത. ഇനി റമദാൻ കഴിഞ്ഞാൽ നോമ്പ് അവസാനിച്ചോ? ഇല്ല. അടുത്ത ദിവസം മുതൽ 6 നോമ്പ് തുടങ്ങാണ് അല്ലേ? 6 നോമ്പ് തുടങ്ങാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് പെട്ടെന്ന് തിരിച്ചെടുക്കാനുള്ള സന്ദർഭം കൂടിയാണത്. എന്തായാലും 6 നോമ്പ് എടുക്കണം. അത് നിർബന്ധമൊന്നുമല്ല. ഇനി അങ്ങനെ വിചാരിക്കേണ്ട, ആ നോമ്പെടുത്തില്ലെങ്കിൽ ഈ നോമ്പിന് വല്ല കുഴപ്പമുണ്ടാവും. ഒരു കുഴപ്പമുണ്ടാവാൻ പോണില്ല. ഇത് ഫർളാണ്, മറ്റേ സുന്നത്താണ്.
അപ്പോൾ ഒരാൾ അത്രയും നോമ്പ് എന്ത് ചെയ്യാൻ കൊണ്ടുപോവാം. ഇനി ഒരു നോമ്പിൻ്റെ പ്രതിഫലം എന്താണ്? സാധാരണ ഒരു നോമ്പിൻ്റെ പ്രതിഫലം സാധാരണ ഒരു നോമ്പിൻ്റെ പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫാ. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു ഔ ബഅദല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ദൂരെയാക്കുന്നതാണ്. എന്തിൽ നിന്ന്? നരകത്തിൽ നിന്ന്. മിനന്നാരി 70 ഖരീഫാ, 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അയാൾ അകറ്റപ്പെടുന്നതാണ്. എന്ത് മതി? എന്ത് മതി? ഒരൊറ്റ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ഒരു നോമ്പെടുത്താൽ. സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പൊ എന്താണ് സഹോദരന്മാരെ റമദാൻ കഴിഞ്ഞാൽ റമദാൻ കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് എന്തള്ളത്? ഫർള് നോമ്പ് അവസാനിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാ ദിവസവും ദിനേനയെന്നോണം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിലേക്ക് കടന്നു വരുമ്പോൾ ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതണം. ശരി, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സങ്കടമൊന്നും ഉണ്ടാവില്ലല്ലോ. അവസാനത്തെ ചോദ്യം അന്ന് കൂട്ടിക്കോളി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോടും ചോദിക്കാട്ടാ. ഞാനല്ല ഇപ്പോൾ ഇത്രയും ചോദിച്ചാൽ അങ്ങോട്ട് നിങ്ങൾക്ക് വേണം ഇങ്ങോട്ടും ചോദിക്കാട്ടാ. ഒരു ജുസ് ഖുർആനിലെ ഒരു ജുസ് ഓതി തീർക്കാൻ എത്ര സമയം വേണ്ടി വരും? എത്ര വേണ്ടി വരും? 10 മിനിറ്റ് പോരാ. ഒരു ജുസ് എന്നുള്ള ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ വേണം. അരമണിക്കൂർ വേണം ഒരു ജുസ്. മനസ്സിലായി? ഒരു ജുസ് ഒരാൾക്ക് ഓതാൻ എത്ര സമയം വേണം? അരമണിക്കൂർ. കുറച്ച് പ്രയാസമുള്ള ആൾക്കാണെങ്കിൽ 1 മണിക്കൂർ വരെ വേണ്ടി വരും. ചിലപ്പോൾ 3/4 മണിക്കൂർ 1 മണിക്കൂർ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. സാവധാനം ബുത്തു ഖിറാഅത്താണെങ്കിൽ അഥവാ വളരെ സാവധാനം ഓതുന്ന ആളുകളാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അരമണിക്കൂർ. ഇങ്ങോട്ട് നോക്കണേ, നിങ്ങൾ ഈ തിരുവനന്തപുരത്തൊക്കെ ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടാവും? എത്ര ഉണ്ടാവും? 24 മണിക്കൂർ. ഇനിയാണ് കൽബിൽ കുത്താൻ പോകുന്നത്. 24 മണിക്കൂർ റമദാനിൽ നിന്ന് കിട്ടി. ഇന്ന് 24ാമത്തെ ദിവസം. ഖലാസ്, മിനിറ്റുകൾക്കുള്ളിൽ ഈ 24ാമത്തെ ദിവസവും അവസാനിക്കും. എങ്കിൽ 24 മണിക്കൂറിൽ നിന്ന് 1.5 മണിക്കൂർ ഒരാൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിച്ച ഈ റമദാനിൽ ഖുർആനിനോടുള്ള അദബും അതിനോടുള്ള ബാധ്യതയും നിർവഹിക്കുന്ന തരത്തിൽ 1.5 മണിക്കൂർ അതിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഇന്നത്തെ ദിവസം പൂർത്തിയാകുമ്പോൾ 2 പ്രാവശ്യം ഖുർആൻ പൂർത്തിയായി 12 ജുസും എത്തിയിട്ടുണ്ടാകും. ഹലോ, ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായ? ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലായ? 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3 ജുസ് ഓതാൻ. 10 ദിവസമായപ്പോൾ 1 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തു. 20 ദിവസമായപ്പോൾ 2 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തു. 4 ദിവസമായപ്പോൾ 3 12 ജുസും എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിനോട് ഈ റമദാനിൻ്റെ അവസാന നിമിഷത്തിൽ റബ്ബിനോട് സങ്കടത്തോടെ പറയാം, അല്ലാഹുവേ, നിന്റെ കലാമിനോട് ഞാൻ മര്യാദ കാണിച്ചില്ല. 24 മണിക്കൂറിൽ 1.5 മണിക്കൂർ മാറ്റിവെച്ചിരുന്നെങ്കിൽ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഒരു 1.5 മണിക്കൂർ മാറ്റിവെക്കാൻ നമുക്കുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ഹൃദയം അനുവദിച്ചിരുന്നെങ്കിൽ, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തത് ഒഴിവാക്കിയാൽ അല്ലേ ഒരു ദിവസത്തിൽ 3 ജുസ് പൂർത്തിയാക്കാമായിരുന്നു. അങ്ങനെയുള്ളവരുണ്ടാകും. അല്ലാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ.
ഇനി ഒരു ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും പൂർത്തിയാക്കിയ ആളുകളുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം 24 ജുസ് ആയിട്ടുണ്ടാകും. അതിനും കഴിയാത്ത ആളുകൾ അവർ പടച്ചവനോട് അങ്ങേയറ്റം ദുആ അരക്കണം. അല്ലാഹുവേ, നിന്റെ കലാമിറങ്ങിയ ഈ മാസത്തിൽ നിന്റെ പ്രവാചകനെ കൊണ്ട് ജിബ്രീൽ സലാം 2 പ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ ഓദിപ്പിച്ച ഈ റമദാനിൽ അല്ലാഹുവേ, ഞാൻ നിന്റെ കലാമിനോട് അപമര്യാദ കാണിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ഈ റമദാനിൽ ഞാൻ ഖുർആൻ ഓതാൻ സമയം ഉപയോഗിച്ചില്ല അല്ലാഹ്. ചുരുങ്ങിയ സമയത്തപ്പോഴൊക്കെയോ ഓതി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സങ്കടം പറയേണ്ടി വരുന്ന ഹതഭാഗ്യൻ ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അയാൾ വല്ലാതെ തൗബ ചെയ്യണം റബ്ബിനോട്. അള്ളാഹുവിനോട് വല്ലാതെ തൗബ ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്. നാളെ റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. എൻ്റെ സമുദായം ഖുർആനിനെ ഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഹജർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഭാഗം ഓതാതിരിക്കുക എന്നാണ്. സൗകര്യത്തിൻ്റെ കുറവാണോ? ഹലോ, സൗകര്യത്തിൻ്റെ കുറവാണോ? ആണോ? അല്ല. സമയത്തിൻ്റെ കുറവാണോ? ശാരീരികമായ അസൗകര്യത്തിൻ്റെ പ്രശ്നമാണോ? അല്ല. പിന്നെന്തായിരുന്നു പ്രശ്നം? കസിൽ എന്നാണ് അറബിയിൽ അതിന് പറയുക. എന്താണ് കസിൽ? അലസത. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ദുആ പഠിച്ചു വെച്ച് പോയിക്കോളാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്ജി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ വലഇദ് ദൈനി വഗലബത്തിർ റിജാൽ. 8 കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ഇസ്തിആദത്ത് നടത്തുകയാണ്, സഹായം തേടുകയാണ്. അതിൽ ഒന്നെന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. ദുഃഖവും മനക്ലേശവും അതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. വലിയ അപകടമാണത്. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന വേദന, അവന്റെ മനസ്സിലുണ്ടാകുന്ന മനോവൈകല്യം, അയാൾക്കുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. അയാൾ ഒരുപക്ഷെ അയാളുടെ ജീവഹാനിയിലേക്ക് വരെ ആ മാനസികമായ പിരിമുറുക്കം കൊണ്ടെത്തിച്ചേക്കാം. അതുകൊണ്ട് റബ്ബിനോട് കാവൽ തേടുന്നു. രണ്ടാമത്തത്, ഈ ഇരിക്കുന്ന നമ്മക്കെല്ലാവർക്കും ബാധിച്ച രോഗമാണ് വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അലസതയിൽ നിന്നും ദുർബലതയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എന്താണ് അലസത? എനിക്ക് കിട്ടേണ്ടുന്ന ഒരു നന്മ, എനിക്ക് ലഭിക്കേണ്ടുന്ന ഒരു ഖൈറ്, അത് എൻ്റെ പ്രശ്നമൊന്നുമില്ലാതെ, എൻ്റെ യാതൊരുവിധ പ്രശ്നവുമില്ലാതിരുന്നിട്ടും എനിക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്നിൽ നിന്നുള്ള അലസത കൊണ്ട് മാത്രം, ഞാൻ ഉറച്ചു ചെയ്തത് മാത്രം. അങ്ങനെ വന്നാൽ അള്ളാഹുവിനോട് കാവൽ തേടണം. അള്ളാഹുവേ, ഇവിടെ ഇരിക്കുന്ന ഞാൻ ആ പറഞ്ഞ വിഷയത്തിലേക്ക് എത്താത്ത മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, അള്ളാഹിനോട് ദ്വാരക്കണം. അള്ളാഹുവേ, അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് എന്ന് റബ്ബിനോട് സങ്കടത്തോടെ പറയണം മുഅ്മിനീങ്ങളെ. മറ്റൊന്ന് ദുർബലതയാണ്. ദുർബലതയ്ക്കൊരു പ്രത്യേകം കാര്യങ്ങൾ, അതിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട്. അതെന്താണെന്നറിയോ? എല്ലാ ദിവസവും നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരാളാണെന്ന് വെക്കാം. എല്ലാ ജമാഅത്തിനും പള്ളിയിൽ പോകും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം ഒന്നാകെ തളർന്നുപോയി. അയാൾക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അയാൾ വീട്ടിൽ കിടക്കുന്നു, കിടന്ന കിടപ്പിൽ കിടന്ന് നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ അയാൾ കിടക്കുന്ന എത്ര കാലം? ഒരു 4 മാസം 5 മാസം അയാൾ കിടന്നു നോക്കാം. ആ 5 മാസവും അയാൾ കിടന്ന അത്രയും ദിവസം അയാൾ നിസ്കരിച്ച ളുഹർ അയാൾ ഒറ്റക്കല്ല, ജമാഅത്തിന്റെ പ്രതിഫലമാണ് എഴുതപ്പെടുക. അയാൾ നിസ്കരിച്ച അസർ അയാൾ ഒറ്റക്കല്ല, അയാൾക്ക് ജമാഅത്തിന്റെ പ്രതിഫലം എഴുതും. എന്തുകൊണ്ടാണെന്നറിയോ? അയാൾ നിരന്തരമായി തനിക്കാരോഗ്യമുള്ള സമയത്ത് അതിനുവേണ്ടി പോയിരുന്നവനാണ്. ആരോഗ്യമില്ലാതെ ആയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ആ പ്രതിഫലം ഇങ്ങോട്ട് എഴുതി കൊടുക്കുമെന്നാണ്. അപ്പോൾ ദുർബലത എന്നത് പോസിറ്റീവുണ്ട്, അതോടൊപ്പം തന്നെ നെഗറ്റീവുമുണ്ട്.
അപ്പോൾ അത് അള്ളാഹിനോട് കാവൽ തേടുകയാണ്. പിന്നെ ഭീരുത്വവും അതുപോലെ ലുബ്ധതയിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുക എന്നാണ്. ഭീരുത്വം ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഞാനത് പറയാൻ ഉദ്ദേശിച്ചല്ല വന്ന്, ഞാൻ കസിൽ പറയാൻ വേണ്ടിയിട്ടാണ് പറയാം. പറയുമ്പോൾ പൂർത്തീകരിച്ച് പറയണമെന്ന് വെച്ചിട്ടാണ്. ഭീരുത്വവും അതോടൊപ്പം തന്നെ ജുബ്ന് ബുഖ്ല്. ഭീരുത്വം ശാരീരികമായി നന്മ നഷ്ടപ്പെടുത്തലാണെങ്കിൽ ബുഖ്ല് സാമ്പത്തികമായി നന്മ നഷ്ടപ്പെടുത്തലാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിന് എന്ത് ചെയ്യാം, ഒരു മടി കാണിക്കുക, കൊടുക്കുന്നതിന് മടി. അങ്ങനെ വന്നാൽ അതിനെ ബുഖ്ല് എന്നാണ് വിളിക്കുക. മനസ്സിലായോ? ബുഖ്ൽ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കല്ലേ? അവസാനിപ്പിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, അവസാനമായി പറഞ്ഞത് എന്താണ്? എന്ന് പറഞ്ഞാൽ കടം അധികരിക്കുക. ആളുകൾ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക. ഈ രണ്ട് പ്രയാസത്തിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവസരത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നാൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അവസാനം അല്ലാഹ് തന്നതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്ന സമയം അവിടെയാണ് പ്രിയപ്പെട്ടവരെ ആ അവസാന നിമിഷത്തിൽ സങ്കടമായി, ബേജാറായി, ഒച്ചയിട്ട് നിലവിളിച്ച് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹു ഒരു അല്പസമയം തരുമോ, ഞാനൊന്ന് നന്നായിക്കോളാം എന്ന് പറയുന്നൊരവസ്ഥ. അവിടെയാണ് സൗകര്യം നമുക്ക് കിട്ടിയിട്ട് ചെയ്യാൻ നമുക്ക് മടിയായിപ്പോയി, നമുക്ക് അലസതയായിപ്പോയി. ഞാൻ ഒറ്റ അവസാനിപ്പിക്കുമ്പോൾ, വർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള ഒറ്റ വാക്ക്, ഒരു തെങ്ങിന് പകരം 600 തെങ്ങുള്ള നിങ്ങളുടെ ഒരു തോട്ടം ഒരു തെങ്ങിന് പകരമായി നിങ്ങൾ വിൽക്കുമോ? ചോദ്യം മനസ്സിലായിട്ടില്ല? ഹലോ, ചോദ്യം മനസ്സിലായില്ല? ഒരു തെങ്ങ് വാങ്ങാനായി, ഞാൻ തെങ്ങ് നിങ്ങളോട് പറഞ്ഞിട്ടാ, ശരിക്കും ഈത്തപ്പനയാണ്. ഒരു തെങ്ങ് വാങ്ങാനായി 600 തെങ്ങുള്ള നിങ്ങളുടെ തോട്ടം കൊടുത്തിട്ട് ഒറ്റ തെങ്ങ് വാങ്ങുമോ? ഇല്ല. അങ്ങനെ ഒരുത്തം വാങ്ങിയാൽ നമ്മളവൻ എന്താ വിളിക്കാം? മഹാവിട്ടി അല്ലേ? ശരി, നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞട്ടാ. ആ ഒരു തെങ്ങ് സ്വർഗത്തിലെ തെങ്ങാണെങ്കിൽ നിങ്ങൾ 600 തെങ്ങ് കൊടുക്കില്ലേ? 6000 കൊടുക്കാൻ റെഡിയാണ് അല്ലേ? അതെ, എന്നാൽ കേട്ടോളി, ഇത് ഞാനൊരു രസം പറഞ്ഞതല്ല, ഇത് സംഭവിച്ചൊരു സംഭവം പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. റസൂലുള്ളാഹിൻ്റെ മുന്നിലേക്ക് ഒരു യതീമായ മിസ്കീനായ ഒരു കുട്ടി റസൂലുള്ളാഹിൻ്റെ മുന്നിൽ വന്നു. എന്നിട്ട് പ്രവാചകനോട് ഒരു സങ്കടം പറഞ്ഞു, നബിയെ, എനിക്കൊരു ചെറിയ വീടുണ്ട്, അതിൻ്റെ മുന്നിൽ നടന്നു പോകാനുള്ളൊരു വഴി റെഡിയാക്കണം. ആ വഴി റെഡിയാക്കി വേല കെട്ടുമ്പോൾ അവിടെ ഒരാളുടെ ഈത്തപ്പന നിൽക്കുന്നുണ്ട്. ആ ഈത്തപ്പന എൻ്റെ പറമ്പിലേക്ക് ചേർത്ത് തരികയാണെങ്കിൽ എനിക്കത് സുഖമാകും, അവിടെ വഴിയും ഭംഗിയാകും, പോകാനും വരാനും ഒക്കെ പറ്റും നബിയെ. പക്ഷെ ഞാൻ അതിൻ്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് അയാൾ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നബിയെ നിങ്ങളൊന്ന് പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയാം. അങ്ങനെ അയാളെ വിളിച്ചു. അയാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ യതീമായ മിസ്കീനായ കുട്ടി, ആ കുട്ടിക്ക് എൻ്റെ ഈത്തപ്പനം കൊണ്ട് കൊടുത്തൂടെ, ആ വേലി ഒന്ന് ഭംഗിയായി കെട്ടിക്കോട്ടെ. അയാൾ പറഞ്ഞു, നബി ഞാൻ കൊടുക്കൂല, അങ്ങനെ എൻ്റെ ഈത്തപ്പനം കൊടുക്കാൻ പറ്റില്ല. നമ്മളെ കൂട്ടത്തിലുണ്ട് അങ്ങനത്തെ കുറേ മനുഷ്യന്മാർ. 1 ഇഞ്ച് സ്ഥലം വിട്ടു കൊടുക്കാത്ത ആളുകളുണ്ട്. എൻ്റെ ഹാപ്പിൻ്റെ ജീവനുണ്ടെ കൊടുക്കൂല എന്നൊക്കെ പറയും, മനസ്സിലല്ലേ എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുണ്ട്. ശരി, അപ്പോൾ റസൂൽ ചോദിച്ചു, ആ ഈത്തപ്പനക്ക് പകരമായി നാളെ റബ്ബിൻ്റെ അടുത്ത് ഭാരമുള്ള കുലകൾ തൂങ്ങുന്ന ഈത്തപ്പന കിട്ടിയാലോ? അപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട നബിയെ, എനിക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞൊരാൾ വരുന്നു, റസൂലുള്ളാഹിന്റെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ആ പറഞ്ഞ വിഷയം
അത് നിങ്ങൾ അയാൾക്ക് മാത്രം കിട്ടുന്നതാണോ, ആര് വാങ്ങിക്കൊടുത്താൽ അവർക്ക് കിട്ടുമെന്ന് ചോദിച്ചു. ആര് വാങ്ങിക്കൊടുത്താലും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം നേരെ അയാളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഈ സഹാബി എന്നിട്ട് പറഞ്ഞു, സഹോദര, നിന്റെ ആ ഒരു ഈത്തപ്പന ആ യതീമായ പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തോളൂ. ഞാനിതാ എൻ്റെ 600 ഈത്തപ്പനകൾ, നല്ല കായ്ഫലമുള്ള 600 ഈത്തപ്പനകളുള്ള എൻ്റെ തോട്ടം ഞാൻ നിങ്ങൾക്ക് തരാം. ആ ഒരൊറ്റ ഈത്തപ്പനം ഇങ്ങോട്ട് തന്നാൽ മതി. അയാൾ പറഞ്ഞു, കൊള്ളാല കച്ചവടം, 600 ഈത്തപ്പനല്ലേ കിട്ടാ, ആയിക്കോട്ടെ നിങ്ങൾ എടുത്തോളി. ആ ഒരു ഈത്തപ്പന ഈ കുട്ടിക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ആ കുട്ടിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ഉപയോഗിച്ചടാ, നിനക്ക് ഞാൻ വാങ്ങി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നേരെ റസൂലുള്ളാഹിൻ്റെ അടുത്ത് ചെന്നു. അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നബിയേ, നിങ്ങൾ പറഞ്ഞതുപോലെ ആ യതീമായ കുട്ടിക്ക് വേണ്ടി ഞാൻ ആ ഈത്തപ്പന വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിന് എൻ്റെ 600 ഈത്തപ്പനകളുള്ള തോട്ടം ഞാൻ വിറ്റിട്ടാണ് നബിയെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആ ഈത്തപ്പന കിട്ടൂലേ എന്ന് അള്ളാൻ്റെ റസൂലിൻ്റെ മറുപടി കേട്ട് ആ സ്വഹാബി തെറ്റിപ്പോയി. എന്താ റസൂൽ പറഞ്ഞറിയോ? സാധാരണ ഈത്തപ്പന ഒരൊറ്റ തടിയായി മാത്രം പോകുന്നതാണ്. ഈത്തപ്പനകൾക്ക് ശിഖരം വന്നാലോ, ആ ശിഖരങ്ങളിൽ നിറയെ ഈത്തപ്പന കുലകൾ വന്നാലോ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കമ്മിൻ ഇദ്ഖിൻ റദാഹിൻ. ഓ സഹോദര, അല്ലയോ അനുജര, നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്രയെത്ര ഈ ഈത്തപ്പനകൾ ശിഖരങ്ങളുള്ള ധാരാളം ഫലങ്ങൾ ഇങ്ങനെ തൂങ്ങുന്ന അതിഭാരമുള്ള ഈത്തപ്പനകൾ എത്രയാണ് അള്ളാഹു നിങ്ങൾക്ക് അവിടെ ഒരുമിച്ച് വെച്ചിരിക്കുന്നതെന്നറിയുമോ എന്നല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നല്ല ഉപയോഗപ്പെടുത്തേണ്ട സമയമാണിത്. നല്ല ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഭംഗിയായി പ്രവർത്തിക്കണം. നമ്മുടെ വൈയക്തികമായ വിജയത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, അവിടെ റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിലെത്താവുന്ന പ്രവർത്തനത്തിനു വേണ്ടി ഒക്കെ നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അവസാനം സ്വർഗം കിട്ടുമ്പോൾ ആ സ്വർഗത്തിൽ സന്തോഷിക്കുന്നൊരവസ്ഥയിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ഈ ജീവിതം ഏറ്റവും ഭംഗിയുള്ളതായി, ഈ ജീവിതം നമുക്ക് സഫലമായി മരിക്കുന്ന സമയത്ത് മലക്കുകൾ സന്തോഷം പറഞ്ഞുകൊണ്ട്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഏ സമാധാനമടഞ്ഞ ആത്മാവേ, നിങ്ങളിതാ ഇറങ്ങിക്കോളൂ, സന്തോഷത്തോടെ വന്നോളൂ എന്ന് പറയുന്ന ആ സുന്ദരമായ നിമിഷമുണ്ടല്ലോ, അത് ലഭിക്കണം. നാളെ സ്വർഗത്തിലേക്ക് എത്താൻ നേരത്ത് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെടണം. നമ്മളെ ഓരോ കവാടത്തിൽ നിന്നും വിളിക്കണം, വാ നിങ്ങൾ ഇതിലേക്ക് കയറിക്കോ, ഇതിലേക്ക് കയറിക്കോ, ഇതിലേക്ക് കയറിക്കോ, മിൻ അയ്യിമാശാ, ഇഷ്ടമുള്ളിടത്തൂടെ കയറിക്കോളി എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ വളരണം. അതിനാവണം നമ്മുടെ പ്രവർത്തനം, അതിനാവണം ഈ റമദാൻ അവസാനിക്കുമ്പോൾ അത് പൂർണ്ണമായി ലഭിച്ചവരിൽ, കൂടി പൊൽക്കല്ലത്തേടൽ കിട്ടിയവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ കെട്ടപ്പെടുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹുവർക്ക് സഹായം അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.